ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. യസ്യാന്തന്നാദിമധ്യം നഹി കരചരണം നാമഗോത്രം ന സൂത്രം നോ ജാതിർനൈവ വർണ്ണാ ന ഭവതി പുരുഷോ ന നപുംസം ന ച സ്ത്രീം നാകാരം നോ വികാരം ന ഹി ജനിമരണം നാസ്തി പുണ്യം ന പാപം തത്വം നോ തത്വമേകം സഹജസമരസം സദ്ഗുരും തം നമാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൗനവ്യാഖ്യാ പ്രകടിതപരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേവ സദൃശിഗണൈഃ ആവൃതം ബ്രഹ്മനിഷ്ഠൈഃ. ആചാര്യേന്ദ്രം കരകലിതചിന്മുദ്രം ആനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. വേദാന്താർത്ഥവിഭാസകായ യതയേ ശാന്തായ സന്യാസിനെ നാനാവാദിനഗേന്ദ്രസംഘഭവയേ യോഗീന്ദ്രവന്ദ്യായ ച. മുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. ദേഹം മൃണ്മയവജ്ജഡാത്മകമഹം ബുദ്ധിർന തസ്യാസ്ത്യതോ നാഹം തത്തദഭാവസുപ്തിസമയേ സിദ്ധാത്മസദ്ഭാവതഃ. കോഹം ഭാവയുതഃ കുതോ വരധിയാ ദൃഷ്ട്വാത്മനിഷ്ഠാത്മനാം. സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവഃ പൂർണ്ണോ വിഭാതി സ്വയം. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യ കില ശക്തിധരസ്വധാംനാ. അന്യാംശഹസ്തചരണശ്രവണത്വഗാദീന് പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ച അർത്ഥേഷ്വവിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപഃ പുരാം. തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണാം. യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യതഃ. തച്ഛുദ്ധം വിമലം വിശോകം അമൃതം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്झितകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഃ. ഈശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേऽത്ര കൃതിഭിഃ. ശുശ്രൂഷുഭിസ്തക്ഷണാത് നിഗമകൽപതരോർഗളിതം ഫലം. ശുകമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസം. ആലയം മുഹുരഹോ രസികാഃ ഭുവി ഭാവുകാഃ. യം പ്രവ്രജന്തമനുപേതം അപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോപിനേദുഃ तं സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം तं വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം.
നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം മൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. ശ്രീമദ് ഭാഗവതത്തിലെ ഭരതചരിത്രമാണ് ഈ വർഷം നമുക്ക് വിഷയമായിട്ടിരുന്നത്. ഭരതയോഗീശ്വരൻ രഹുഗണൻ എന്ന രാജാവിന് ഉപദേശിക്കുന്ന ഒരു ഭാഗം. ഇന്ന് ധാരാളം പുതിയ ആളുകളുമുണ്ട്. എന്തായാലും ഇന്ന് നമുക്ക് സമാപ്തിയാണ്. ഇതിൽ അവസാനമായി ഭരതയോഗീശ്വരൻ പറഞ്ഞ കാര്യങ്ങളെ നമ്മളൊന്ന് സ്മരിക്കുക. അതാണ് നമുക്ക് ഇന്നത്തെ വിഷയം. ഭാഗവത ധർമ്മം എന്ന് പറയണത് ഭഗവത്ഗീതയിലും മറ്റുമൊക്കെ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് തന്നെയാണ്. ഏവൈ ഭഗവതാ പ്രോക്താഃ ഉപായാഹി ആത്മലബ്ധയേ അഞ്ജഃ പുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ. എന്താണ് ഭാഗവതധർമ്മം എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതാണ് ഭാഗവതധർമ്മം. എന്തിനു വേണ്ടി പറഞ്ഞിരിക്കുന്നു? ആത്മജ്ഞാനത്തിനായിട്ട്. ആത്മജ്ഞാനമാണ് വിഷയം. ആത്മജ്ഞാനം എന്താ? അവനവനെക്കുറിച്ചുള്ള അവനവൻ്റെ സ്വരൂപത്തിനെ അറിയുന്നു. ഇതാണ് ഭഗവാൻ ഗീതയിലും ഒക്കെ പറയുന്നത്. ഭഗവത് സാക്ഷാത്കാരല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ തന്നെ പറയണു, അഹം ആത്മാ ഗുഡാകേശ. ഭഗവാനെ എങ്ങനെ അറിയും? ഭഗവാൻ ബ്രഹ്മം എന്നൊക്കെ പറയുമ്പോൾ അതൊരു വാക്കായിട്ടാണ് അറിയണത്. നമുക്കൊരു ഭാവം വിശ്വാസമൊക്കെ ഉണ്ടാവും. പക്ഷെ ആത്മാവെന്ന് പറയണത് നമുക്ക് സ്വയമേവ നമ്മളുടെ തന്നെ അസ്തിത്വമായിട്ട്, നമ്മൾ ജീവൻ എന്ന് പറയുന്നു, ഞാൻ എന്ന് പറയുന്നു, അനുഭവമാണ്. എല്ലാവരുടെയും സ്വരൂപമായിട്ട് അനുഭവപ്പെടുന്നതാണ് ആ ചൈതന്യമാണ് ആത്മാ. എന്നാൽ ദൃഷ്ടി അതിൻ്റെ നേർക്ക് തിരിഞ്ഞില്ല. അതാണ് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമ. ആ ബോധം വരുത്താനായിട്ട് ഭഗവാൻ ഒരു ആചാര്യ രൂപത്തിൽ, ഒരു ഗുരു രൂപത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ മുമ്പിൽ വന്നെത്തും. ഈ ജീവന് സമയമാവുമ്പോൾ, ഈ സത്യം അറിയാനുള്ള സമയമാവുമ്പോൾ യദൃച്ഛയേഹോപസൃതായമാപ്നുയുഃ വിമുക്തിദോ നഃ പരമോ ഗുരുർഭവാൻ. യദൃച്ഛയ ഗുരുരൂപത്തിൽ ഭഗവാൻ മുമ്പിൽ വന്ന് നിന്ന് ഈ തത്വം ഉപദേശിക്കുമെന്നാണ്. അങ്ങനെയാണ് ഇവിടെയും നടക്കുന്നത്. ഒരു രാജാവ് നല്ല രാജാവായിരിക്കണം, അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ലല്ലോ. യോഗ്യതയുള്ള രാജാവായിരിക്കണം. ഇന്ന് രാവിലെ കൂടെ ഒരാൾ ചോദിച്ചു, അധികാരിക്കല്ലേ ജ്ഞാനം വരുള്ളൂ എന്നാണ്. അതേ,
അധികാരിയുടെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അയാൾ അധികാരിയാവുമ്പോൾ അയാൾക്ക് സത്സംഗം കിട്ടും, നല്ല പുസ്തകങ്ങളൊക്കെ കയ്യിൽ കിട്ടും, മഹാപുരുഷ സമ്പർക്കം കിട്ടും, ധ്യാനം ചെയ്യണം തോന്നും, ജപം ചെയ്യണം തോന്നും. യാവന്ന അനുഗ്രഹ സാക്ഷാത് ജായത്തെ പരമേശ്വരാത് താവന്ന സദ്ഗുരും കശ്ചിത് സത്ശാസ്ത്രം വാപി നോ ലഭേത്. വാസിഷ്ഠത്തിലെ ഒരു ശ്ലോകമാണ്. ഭഗവാന്റെ അനുഗ്രഹം വരുന്നവരെ ഒരു നല്ല ഗുരുവിനെയോ ഒരു നല്ല ശാസ്ത്രമോ, നമ്മളുടെ വീട്ടിലെ പുസ്തകം ഉണ്ടാവും, തുറക്കണം തോന്നില്ല. ഈശ്വരാനുഗ്രഹ ലക്ഷണം ഇതൊക്കെയാണ്. ഒരു ഗ്രന്ഥം തുറക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താണോ അന്വേഷിക്കണം ആ ഉത്തരം അവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു സത്സംഗത്തിൽ ഒരു ദിവസമേ വരുള്ളൂ, വരുന്ന ദിവസം നമുക്ക് എന്താണോ വേണ്ടത് അത് കിട്ടും, ആ മരുന്ന് കിട്ടും. അപ്പം ഇതാണ് ഭഗവത് കൃപ എന്ന് പറയണത്, ഈശ്വരാനുഗ്രഹം എന്ന് പറയണത്. അപ്പം ഇത് എങ്ങനെ കിട്ടി, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന് വെച്ചാൽ അതാണ് അധികാരിത്വം. അപ്പോൾ അയാൾ അധികാരിയാണ്. യു ഡിസർവ് ഇറ്റ് ആൻഡ് ഓൺ ഇറ്റ്. അതാണ് നിയമം ഇവിടെ. അതിനുള്ള അർഹത ഉണ്ടെങ്കിൽ അത് ലഭിക്കും, ആ സ്വാനുഭൂതി ഉണ്ടാവും. അപ്പോൾ ഇന്നലെ നമ്മൾ അവസാനമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ, ഈ ഭരതയോഗീശ്വരൻ രഘുഗണൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു രാജാവ്. അപ്പോൾ ഭരതയോഗി പറഞ്ഞു, ഈ ലോകത്തിൽ വന്ന് ജനിച്ചു, സത്യമറിയാതെ കുറേ വട്ടം കറങ്ങി നടന്നു, പലവിധ വിഷമങ്ങളിലും ചെന്ന് ചാടി ദുഃഖിച്ചു. ഈ ദുഃഖം ഈശ്വരനായിട്ട് വെച്ചിരിക്കുന്ന ഒരു മരുന്നാണ്. അതുമാത്രം ഇല്ലെങ്കിലുണ്ടല്ലോ മനുഷ്യൻ ഈ ആധ്യാത്മികത്തിലേക്ക് വരികയില്ല. ഭട്ടതിരി, നാരായണ ഭട്ടതിരി പോലും പറയുന്നുണ്ട്, ഹേ ദുഃഖാഹ നനു യൂയമേവ സുഹൃത, ഹേ രോഗാഹ നനു യൂയമേവ സുഹൃത. ഈ രോഗമൊക്കെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറഞ്ഞു വന്നതെന്നാണ്. ഇല്ലെങ്കിൽ വേദാന്ത വിചാരമൊക്കെ നാളെ 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 എന്ന് തള്ളി നീക്കി പോയിട്ടുണ്ടാവും. പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പ് കൊണ്ട് പറയണത് പോട്ടെ, അനുഭവം കൊണ്ട് ചിലപ്പോഴൊക്കെ പ്രകൃതി പഠിപ്പിക്കും. അതാണ് കുന്തി പറഞ്ഞത്, എപ്പോഴൊക്കെ ദുഃഖം വരണോ അപ്പോഴൊക്കെ ഭഗവാനെ ഞാനിത് അശാശ്വതമാണ്, അനിത്യമാണെന്നും ഭഗവാനാണ് സത്യവസ്തു എന്നൊക്കെ ഓർമ്മിച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ സുഖം വരണോ പലപ്പോഴും മറന്നുപോകും. ദുഃഖം യദ്യദനുപ്രാപ്തം തപോരൂപേണ ഭാവയേത്. എന്തൊക്കെ ദുഃഖം വരുന്നുണ്ടോ അതൊക്കെ തപസ്സാണെന്നാണ്. നമ്മളായിട്ട് തപസ്സൊന്നും ചെയ്യാൻ പോണില്ല. ദുഃഖം സഹിക്കുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ വിപദഃ സന്തു ന ശശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാദ് അപുനർഭവ ദർശനം. തത്ര തത്ര, എവിടെ അഹങ്കാരം തലപൊക്കുന്നു അവിടെയൊക്കെ ഭഗവാൻ ഒരു കിഴുക്ക് കൊടുക്കും. ഒരു വിഷമം, ഒരു ദുഃഖം, ഒരു അഭിമാനത്തിൻ്റെ മേലെ ഒരു കൊട്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോഴാണ് മനുഷ്യന് അവസാനം സത്യം എന്താണെന്ന് അറിയാനുള്ള ഔത്സുക്യം ഉണ്ടാവുക. ചിലർക്ക് ഈ ജന്മത്തിലൊന്നും അങ്ങനത്തെ ദുഃഖമൊന്നും വരണമെന്നില്ല. എത്രയോ ജന്മങ്ങളിൽ പരിപാകപ്പെട്ട് ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ഈ ചോദ്യം ഉള്ളിൽ ഉദിക്കും, എന്താണ് വാസ്തവം, ഈ പ്രപഞ്ചം എന്താണ്, ഈ പ്രപഞ്ചത്തിനൊക്കെ കാരണമായിട്ടുള്ള അധിഷ്ഠാനം എന്താണ്, ഞാൻ ആരാണ്, എൻ്റെ സ്വരൂപം എന്താണ്, ഞാൻ ഈ മരിച്ചു പോകുന്ന ഈ ശരീരമാണോ, ഈ ചോദ്യം സ്വയമേവ ഉള്ളിൽ പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കുന്നതാണ് ഈശ്വരാനുഗ്രഹം, ആത്മകൃപ എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ കൃപ. അപ്പോൾ ഇങ്ങനെ ഈ രാജാവിന് ജിജ്ഞാസ വന്നു. ഉത്തമ ജിജ്ഞാസ ആയിരിക്കണം. ജിജ്ഞാസ വന്നു. അപ്പോൾ ജിജ്ഞാസ വന്നപ്പോൾ രാജാവ് ആരാണ് ഇവിടെ സത്സംഗം എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് കപില ഭഗവാൻ എവിടെയോ ഉപദേശിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് കാണാനായിട്ട് പോവുകയാണ്. നോക്കൂ, എവിടെയോ പോകുന്നു, എവിടുന്നോ ഉപദേശം കിട്ടും. എങ്ങടോ പോകുന്നു, പോകുന്ന വഴിയിൽ ആരോ ആയിരിക്കും ഉപദേശിക്കുക. അപ്പോൾ പോകുന്ന വഴിയിലാണ് ഈ ഭരതയോഗീശ്വരനെ കൊണ്ട് മഞ്ചലെടുപ്പിച്ചത്. അത് യോഗിയാണെന്നൊന്നും അറിഞ്ഞില്ല. യോഗി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ ഉള്ളിൽ, അല്ലേ?
കോയമ്പത്തൂരിൽ നിന്ന് ഒരിക്കൽ ഒരാൾ തിരുവണ്ണാമലയ്ക്ക് വന്നു. എന്തിനാന്ന് വെച്ചാൽ ശേഷാദ്രി സ്വാമിയെ കാണാൻ വന്നു. അപ്പോൾ അയാൾ ശേഷാദ്രി സ്വാമി വലിയ മഹാത്മ അവിടെ നിന്ന്. അത് കഴിഞ്ഞ് ഇയാൾ പഴം, ഒരു ഷോള് എന്തൊക്കെയോ വാങ്ങിച്ച് ശേഷാദ്രി സ്വാമിയെ കാണാം. ശേഷാദ്രി സ്വാമിക്ക് ആശ്രമമൊന്നുമില്ല, ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നുണ്ടാവും. അപ്പോൾ ആരോ പറഞ്ഞു, അമ്പലത്തിൽ വലിയ അമ്പലമാണല്ലോ അരുണാചലേശ്വരൻ, അവിടെ ആദ്യത്തെ സന്നിധിയാണ് ഈ കമ്പത്തളയനാർ. നിങ്ങൾ ഇന്ന് പോയാലും അവിടെ ഇപ്പോൾ ഒക്കെ വലിയ കഷ്ടമാണ് കാര്യം. ആ സന്നിധിയിൽ ശേഷാദ്രി സ്വാമി കിടന്ന സ്ഥലമൊക്കെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം അവിടെ ഉണ്ടാവും, പോയി കാണുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ഈ പഴവും ഇതുമൊക്കെ ആയിട്ട് അവിടെ പോയാൽ അവിടെയുള്ള ആൾ പറഞ്ഞു, ഇതപ്പോൾ 5 മിനിറ്റ് മുമ്പ് ഇവിടുന്ന് പോയതേ ഉള്ളൂ. ഇവിടെ ഒരു വയസ്സായ അമ്മ എല്ലാവർക്കും ശാപ്പാടൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ഒരു ഹോട്ടൽ പോലെ. അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങോട്ട് ചെന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇതെപ്പോൾ പോയതേ ഉള്ളൂ എന്നാണ്. ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ അടുത്ത് കയ്യിൽ എന്തോ ഊണ് വാങ്ങിച്ച് അതും തിന്നുകൊണ്ട് പോയി. ആരോ പറഞ്ഞു, ഇതാ നേരെ മലയുടെ മുകളിലേക്ക് പോയിട്ടുണ്ടെന്ന്. ഇയാൾ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അവിടെ പോയപ്പോൾ പറഞ്ഞു, ഇവിടെ വന്നില്ലല്ലോ, ഇവിടുന്ന് വേറെ എവിടെയോ പോയിരുന്നു. ഇങ്ങനെ ഒരു 3 ദിവസം വട്ടം കറങ്ങി. അവസാനം ഒരു ചായക്കടക്കാരൻ പറഞ്ഞു, നിങ്ങളെന്തോ കുഴപ്പം പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അദ്ദേഹം വട്ടം കറപ്പിക്കില്ല, എവിടെയെങ്കിലുമൊക്കെ കാണും, നിങ്ങളെന്തോ കുഴപ്പം ചെയ്തിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം ഉള്ളിൽ പ്രാർത്ഥിച്ച് എന്തെങ്കിലുമൊക്കെ അപചാരം ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും ആരോ പറഞ്ഞു, ഇതാ അവിടെ റോഡിൽ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നേരെ റോഡിലേക്ക് പോയി. റോഡിൽ പോയി പഴവും ഷാളും ഒക്കെ കൊടുക്കാൻ പോയപ്പോൾ ഈ സ്റ്റേഷനിൽ വന്ന് 4 ചോദിച്ച ആളാണ്. സ്റ്റേഷനിൽ 4 ചോദിച്ച ആളാണ് അവിടെ ഇരിക്കണത്. അപ്പോൾ ഇയാൾക്ക് വല്ലാതായി. അപ്പോൾ ഇയാൾ പറഞ്ഞു, സ്വാമി അപചാരം ക്ഷമിക്കണം, സ്വാമിയാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിയാണെന്ന് അറിഞ്ഞാൽ വേറെ വിധമോ എന്ന് ചോദിച്ചു. സ്വാമിയാണെന്ന് അറിഞ്ഞാൽ പഴം അത് ഇതൊക്കെ, അല്ലെങ്കിൽ 4 കൊടുക്കില്ല അല്ലേ, എല്ലാവരെയും സ്വാമിയായിട്ട് കാണണം എന്ന് പറഞ്ഞു. ആദ്യമൊന്നും സ്വീകരിച്ചില്ല. പിന്നെ ഇതൊക്കെ കൊടുത്ത് നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഷാള് വാങ്ങിച്ച് അതിന് നല്ലവണ്ണം കട്ട് ചെയ്തിട്ട് ഓട്ടയാക്കിയിട്ട് പശുവിൻ്റെ കൊമ്പിലിട്ട് കൊടുത്തു. എന്തിനാന്ന് പറഞ്ഞാൽ ഞാനിതൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയണമെന്ന് ഇയാൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പശു എല്ലായിടത്തും നടക്കുമല്ലോ, അപ്പോൾ ഇയാളുടെ ഷാൾ എല്ലാവർക്കും കാണാം. ഇങ്ങനെ അയാൾക്ക് ഉപദേശമൊക്കെ കുറച്ച് കൊടുത്തു എന്നൊക്കെയാണ് കഥ. അപ്പോൾ എതിർച്ചയാണ്, നമ്മളെന്തോ ഉദ്ദേശിച്ച് പോകുന്നു, നമ്മൾ ഈ അവധൂതൻ എവിടെയോ കാണും, ആരെയോ കാണും എന്നൊക്കെ വിചാരിച്ച് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഈ ഭരതയോഗീശ്വരനെ കാണുന്നത്. അപ്പോൾ ഭരതയോഗീശ്വരൻ പറഞ്ഞു, ഹേ രാജൻ, പല കാര്യങ്ങളും പറഞ്ഞുവല്ലോ, നമ്മൾ കണ്ടു. അകോവിദവാദവാദാൻ വദസ്യതോ നാതിവിധാം വരിഷ്ഠഃ ന സൂരയോ ഹി വ്യവഹാരമേനം തത്വാവമർശേണ സഹാമനന്തി. എന്തൊക്കെയോ വിഡ്ഢിത്തങ്ങൾ പറയുന്നു. അറിവുള്ളവൻ ഈ ലൗകിക വ്യാപാരത്തിനെ പരമാർത്ഥത്തിനോട് ചേർത്ത് വെച്ച് സംസാരിക്കില്ല. ഇതിവിടെയാണ്, ഇത് വേറെ ഒരു പാരലായിട്ട് പോകുന്ന വേറൊരു വഴിയാണ്. പുരുഷം പ്രകൃതിം ജൈവ വിദ്യനാദി ഉഭാവപി. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, പ്രകൃതി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പുരുഷൻ ഇവിടെ ഉണ്ട്. പ്രകൃതിയിലേക്കാണെങ്കിൽ തിരിഞ്ഞു എന്ന് വെച്ചാൽ മൃത്യു, ദുഃഖം, ശോകം എല്ലാം അവിടെ ഉണ്ട്. അത് അനസ്യൂതം നടന്നുകൊണ്ടിരിക്കും ഈ സർഗം. പുരുഷനിലേക്കാണ് തിരിയണത്. ഇപ്പോൾ ഇവിടെ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ സത്യം. ചോയ്സ് ഇവിടെയാണ്, ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്ന്. പുറത്തേക്കാണെങ്കിൽ തിരിയണ അമൃതം ജൈവ മൃത്യുശ്ച സതസച്ചാഹമർജുന എന്ന് പറഞ്ഞു ഭഗവാൻ. ഉള്ളിലേക്ക് തിരിഞ്ഞാൽ അമൃതം, പുറമേക്ക് തിരിഞ്ഞാൽ മൃത്യു. ഉള്ളിൽ തിരിഞ്ഞാൽ സത്ത്, പുറമേക്ക് തിരിഞ്ഞാൽ അസത്ത്. അതാണ് അസതോമാ സദ്ഗമയ. റേഡിയോ സ്റ്റേഷനല്ല. തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ. മൃത്യു എന്ന് വെച്ചാൽ ദൃശ്യപദാർത്ഥമാണ്. ഈ പ്രപഞ്ചം
ഇവിടെ അനുസ്യൂത മൃത്യുവാണ്. മൃത്യുഹു ധാവതി. എവിടെ നോക്കിയാലും ഉള്ളിലേക്ക് തിരിഞ്ഞ് തന്നിലേക്ക് വന്നു കഴിയുമ്പോഴോ അമൃതമാണ്. പുറമേക്ക് ദൃശ്യം ഇരുട്ടാണ്. ശങ്കരാചാര്യർ പറഞ്ഞു ആത്മാവ് വെളിച്ചമാണ്, ബാക്കിയൊക്കെ ഇരുട്ടാണെന്ന് പറഞ്ഞു. യുഷ്മദ് അസ്മത് പ്രത്യയഗോചരയോ തമഃ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോ. കാണുന്നത് ഇരുട്ടാണ്, താൻ സ്വയം പ്രകാശ വസ്തുവാണ്. അതുകൊണ്ട് സത്യത്തിനെ അറിഞ്ഞ് സ്വതന്ത്രനാവണം. ഒരാൾ വിമുക്തനാവുന്നത് സത്യദർശനം കൊണ്ടാണ്. ഇന്നലെ ചോദിച്ചില്ലേ, സംസാരത്തിൽ ലൗകിക ജീവിതം പ്രാരബ്ധമൊക്കെ അനുഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഫ്രീ ആയിട്ടിരിക്കും? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഭജഗോവിന്ദത്തിൽ ശങ്കരാചാര്യർ പറഞ്ഞു, വലിയ കൃതിയിലേക്കൊന്നും പോകണ്ട, ജ്ഞാതേ തത്വേ കഹ സംസാര. തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ സംസാരം എവിടെ എന്നാണ്. തന്നെ അറിഞ്ഞു കഴിയുമ്പോൾ, തൻ്റെ സ്വരൂപം അറിഞ്ഞു കഴിയുമ്പോൾ ആർക്ക് സംസാരം? എവിടെ ദുഃഖം? അന്യനെവിടെ? ഇവിടെ പൂർണ്ണത്വം ഇവിടെ തന്നെ. ഇഹൈവ ഇഹ ചേതവേതീത അഥ സത്യമസ്തി. ഇവിടെ വെച്ച് തന്നെ ശരീരത്തിലിരിക്കുമ്പോൾ നമ്മളുടെ പ്രാരബ്ധമൊക്കെ അനുഭവിക്കണതിൻ്റെ നടുക്ക് ഈ സത്യമൊന്ന് വിചാരം ചെയ്ത് നിശ്ചയിക്കുകയാണ്. ഞാൻ ആരാണ്? എൻ്റെ സ്വരൂപം എന്താണ്? മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം. സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. ഞാനും എൻ്റെ ഉള്ളിൽ ഞാനെന്നറിയുന്നതും പരനും പരമേശ്വരനും ഒന്നെന്നുറപ്പവർക്ക്, ഒന്നാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ദേഹം ഇതൊക്കെ സ്വപ്നം പോലെയായിട്ട് തീരുന്നതാണ്. പത്നി, കുട്ടികൾ, കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ ഒക്കെ ഉണ്ടാവും അവിടെ. പക്ഷേ ഇതൊന്നും വാസ്തവമല്ല. പരമാർത്ഥമായിട്ടുള്ള വസ്തു സ്വയം ഉള്ളിൽ പ്രകാശിക്കുന്നു. ഈ പ്രപഞ്ചമെന്ന് കാണുന്നത് നൂലുകൊണ്ട് മുണ്ടുണ്ടാക്കുന്നു. ആ മുണ്ടിൽ എന്തുണ്ട്? നൂലേ ഉള്ളൂ. നൂലെടുത്തു കഴിഞ്ഞാൽ മുണ്ടെവിടെ? അതുപോലെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ് പ്രപഞ്ചം. ഈ പഞ്ചഭൂതങ്ങളും ആരായുമ്പോൾ വാസ്തവമല്ല, ശുദ്ധ ചൈതന്യമേ ഉള്ളൂ. ഇന്നലെ ഇവിടെ ടീച്ചർ ഇവിടെ ഒരു ശ്ലോകം എഴുതി തന്നു. നാരായണ ഗുരുസ്വാമിയുടെ അദ്വൈത ദീപികയാണത്. വളരെ മനോഹരമായ മലയാളം. ഈ ഭരതൻ്റെ ഉപദേശമൊക്കെ അതിൻ്റെ സാരം അതിനകത്ത് വരുന്നുണ്ട്. വാസസ് തന്തുവിതു പഞ്ഞിയത് ആദിമൂലഭൂതപ്രഘാതമിതും ഓർക്കുകയിൽ ഇപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്തു പാഥസ്സു പോലെ പരമാവധി ബോധമത്രേ. ഒരു ചൈതന്യമേ ഉള്ളൂ. ആ ചൈതന്യമാണ് ഇവിടെ ശരീരമായിട്ടും മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും പ്രപഞ്ചമായിട്ടും ഞാനെന്നും നീയെന്നും അവനെന്നും പല വസ്തുക്കളായിട്ടും ഒക്കെ കാണുന്നത്. വസ്ത്രം എന്ന് പറയുന്നത് തന്തുവാണ്, വെറും നൂലാണ്. അതുമൂലം എന്താ? വെറും പഞ്ഞിയാണ്. അതുപോലെ ഈ പ്രപഞ്ചം എന്താണ്? പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങളുടെ സ്വരൂപം എന്താണെന്ന് ആരായുമ്പോൾ ആ പഞ്ചഭൂതങ്ങളൊക്കെ തന്നെ ശുദ്ധ ചൈതന്യമാണ്. ചൈതന്യത്തിൽ ഇത് ഭൂമി എന്നും ഇന്നലെ പറഞ്ഞല്ലോ. ഭൂമി, ജലം, വായു, അഗ്നി, വായു, ആകാശം എന്നൊക്കെ പറയണത് ശുദ്ധ ചൈതന്യത്തിൽ ഉദിച്ചു നിന്ന് മറയുന്ന പ്രതിഭാസങ്ങളാണ്. ഓരോന്നതായി അവയവം മുഴുവൻ പിരിച്ചു വേറാക്കിയാൽ ഉലകമില്ല വിചിത്രമത്രേ. ഓരോന്നോരോന്നായി പിരിച്ചു നോക്കുമ്പോൾ ഉലകമില്ല. ലോകം എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഒന്നും കാണാനില്ല. ശരീരത്തിൽ തന്നെ കൈ പിരിച്ചു, കാല് പിരിച്ചു, വേറെ വേറെ പിരിച്ചാൽ ഈ ശരീരത്തിൽ ഒരു ഒരു ഭാഗവും ഞാൻ എന്ന് പറയില്ല. അപ്പം കൈ മുറിച്ചാൽ ആ കൈ ഞാൻ എന്നൊന്നും പറയില്ല. ഇന്ന ആളുടെ കൈയാണെന്നുള്ള ബോധമൊന്നുമില്ല. കാല്, ഇപ്പോൾ ഹാർട്ട്, ഒരാളുടെ കിഡ്നി എടുത്ത് വേറെ ഒരാൾക്ക് വയ്ക്കണം, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ശരീരത്തിലേക്ക് അങ്ങോട്ട് കയറ്റി വിടും. ഈ കൂട് വിട്ട് കൂട് മാറുക എന്ന് പറയില്ലേ. അതുകൊണ്ടൊന്നും ആ ഉള്ള ചേതന മാറുന്നില്ല. നമ്മളുടെ കിഡ്നി വേറെ ഒരാൾക്ക് കൊടുത്താൽ അത് അവിടെ ഇരുന്ന് ചീത്തയൊന്നും പറയില്ല, ഞാൻ ഇന്ന ആളുടെ ആണെന്നൊന്നും പറയില്ല. അത് വെറും ജഡ സാധനം.
വെറും ജഡവസ്തുവാണ്. അപ്പോൾ അതിനൊന്നും തന്നെ ഞാൻ എന്നുള്ള ബോധമില്ല. പക്ഷേ ഈ ശരീരത്തിൽ ഇപ്പോൾ ഞാൻ എന്നുള്ള ഒരു ബോധമുണ്ട്. ഈ ബോധം ശരീരത്തിൻ്റെ അല്ല. അതെന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ അഖിലവും നിജബോധമാത്രം, ശുദ്ധ ചൈതന്യം മാത്രമേ ഇവിടെ ഉള്ളൂ. നൂലാട തന്നിൽ ഉദകം നുര തന്നിലേവം ഹാ വിശ്വമാകെ മറയുന്നൊരു അവിദ്യയാലേ ആലോചനാ വിഷയമായതു തൻ്റെ കാര്യജാലത്തൊടും മറകിലുണ്ട് അറിവൊന്നു മാത്രം. ഈ കാണുന്ന ജഗത്ത് മുഴുവൻ ശുദ്ധ ചൈതന്യമാണ്, ഒരു അറിവാണ്. അറിവ് എന്നൊക്കെ ഇവിടെ പറയണത് ബോധമാണ്, കോൺഷ്യസ്നെസ്, പ്യുവർ കോൺഷ്യസ്നെസ്, ശുദ്ധ ചിത്ത്. അതിലാണ് ഈ പ്രപഞ്ചം ഉദിച്ച് നിന്ന് മറയുന്നത്. ആ ചൈതന്യത്തിനെ വാസുദേവൻ എന്ന് പറഞ്ഞു. ഭരതൻ പറഞ്ഞു, അതാണ് വാസുദേവ ശബ്ദത്തിന് അർത്ഥം എന്ന് പറഞ്ഞു. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥം ഏകം അനന്തരം ത്വബഹിഃ ബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസംജ്ഞം യദ്വാസുദേവം കവയോ വദന്തി. വാസുദേവ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞു. വിശുദ്ധമായ ജ്ഞാനം, ശുദ്ധബോധസ്വരൂപമായ വസ്തുവാണ്. ഇതിനെ കവികൾ ഭഗവാൻ എന്ന് പറയുന്നു. വാസുദേവ ശബ്ദത്തിനർത്ഥം ഭഗവാൻ, ശുദ്ധ ചൈതന്യം. ഇതിനെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കണം. ഈ സാക്ഷാത്കാരം എങ്ങനെ സാധ്യമാകും? സത്സംഗം വേണം. പരമാർത്ഥ ലാഭത്തിന് വേറെ വഴിയൊന്നുമില്ല. ഉപനിഷത്ത് തന്നെ പറഞ്ഞു, ഈ ഉപനിഷത്ത് പഠിക്കൂ, നിങ്ങൾക്ക് ജ്ഞാനം വരും എന്ന് പറഞ്ഞില്ല. ഗുരുമേവ അഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഒരു വിളക്കിൽ നിന്ന് വിളക്ക് കൊളുത്തുന്ന പോലെയാണ്. ഒറിജിനലായിട്ടുള്ളതൊക്കെ തന്നെ ഇങ്ങനെ തന്നെ എടുക്കണം. ഇപ്പോൾ ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള പ്രിയം, അതിന് അമ്മയുടെ ഒരു റോബോട്ട് ഉണ്ടാക്കി വെച്ചാൽ ചിലപ്പോൾ കുട്ടി കുറച്ച് നേരത്തേക്കൊക്കെ ഭ്രമിക്കുമായിരിക്കും. പക്ഷെ അത് അമ്മയാവുമോ? ഇനി എന്തൊക്കെ കാണാൻ കിടക്കണോ നമ്മൾ ലോകത്തിൽ? ഇതൊക്കെ ആയിരിക്കും ഇനി കാണുക ഫ്യൂച്ചറിൽ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചോളും. അപ്പോൾ അങ്ങനെയാ പറയണേ. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഭൂതം പോലെ ഒന്നിനെ ഇങ്ങനെ പ്രകടിപ്പിച്ച് തരും, നിങ്ങൾ കരയണ്ടെന്ന് പറയാൻ. അങ്ങനെ ഒരു പരിപാടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ മെനക്കെട്ട് 13 ദിവസം കാര്യം ചെയ്യണത് ഇതിനൊന്ന് ഒഴിച്ച് പറഞ്ഞയക്കാനാണ്. ഇവർ പറയണത് അതിനെ കൊണ്ടുവന്ന് തന്നിട്ട് ഭയപ്പെടേണ്ട കേട്ടോ, ഞാനിവിടെ ഉണ്ടെന്ന് പറയിപ്പിക്കാം. ഓ, വേഗം അങ്ങോട്ട് ഒന്ന് പോയാൽ മതി അല്ലേ? നരകത്തിൽ നിന്നും കരകേറ്റേ തിരുവയ്ക്കം വാഴും ശിവശം. ഇതൊക്കെ കാണേണ്ടി വരും. ഒരു ഇപ്പോൾ ഒക്കെ വീഡിയോ ആയല്ലോ, വീഡിയോൻ്റെ അടുത്ത സ്റ്റെപ്പാണത്. അത് ലൈറ്റ് സോളിഡിഫൈ ആയിട്ട് മുമ്പിൽ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് മുമ്പിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇതൊക്കെ കാണേണ്ട തലയിലെഴുത്തൊക്കെ വരുമായിരിക്കും നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊന്നും ഈ സത്യം അറിയാനൊക്കില്ല. ഇതിന് വാസ്തവം ഇപ്പോൾ ഞാൻ ഈ എന്താ അതിന് പറയാ, സൂമല്ലേ, സൂം ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഈ ഇടയായിട്ട് വളരെ നമുക്ക് അടുപ്പമുള്ള ഒരു ഭക്തൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ദുബായിലേക്ക് വേണ്ടി ചെയ്തു. കുറേ ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത ഡിസ്റ്റൻസ്, എന്തോ ഒരു കുറവാണത്. അത് ഒരു നമുക്ക് ഇപ്പം നിങ്ങളൊക്കെ ആകുമ്പോൾ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരാൾ അങ്ങാടിക്ക് പോകുന്നു, വേറെ ഒരാൾ കാറിൽ പോകണു, ചിലരെ അടുക്കളയിൽ പണിയെടുക്കണു. ഇതൊക്കെ കൂടെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരാൾ എന്നിട്ട് ചോദിച്ചാൽ പെരിന്തൽമണ്ണയിൽ സംസാരിക്കണമെന്ന് പറയണു, വേറെ ഒരാൾ ദുബായിൽ നിന്ന് സംസാരിക്കണമെന്ന് പറയണു. മൊത്തത്തിൽ ഇന്ദ്രജാലം, ഗന്ധർവ നഗരപ്രഖ്യം. അപ്പോൾ അതൊക്കെ ഓക്കെ, ശരി ആവട്ടെ. പക്ഷെ വാസ്തവമായ പ്രയോജനം ഉണ്ടായ പോലെ തോന്നുമെന്നല്ലാതെ ഒരു ക്ലാസ് എടുക്കാനൊക്കെ കൊള്ളാം.
ക്ലാസ് എടുക്കാൻ ശരി, പഠിക്കാൻ ശരി, പക്ഷേ സത്സംഗം എനിക്കെന്തോ ഒരു പോരാ, ഒരു വിശ്വാസം വരണില്ല. പേഴ്സണൽ ടച്ച് വേണം അതിന്. അതില്ലെങ്കിൽ അത് ശരിയാവില്ല. അതാണ് ഇവിടെ ഭരതയോഗീശ്വരനും പറയണത്. നിങ്ങൾ സ്വയമേവ തിരഞ്ഞെടുത്ത സ്പിരിച്വൽ പ്രാക്ടീസസ് കൊണ്ട്, തപസ്സുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചേർന്ന് വെച്ച് വലിയ യാഗം, യജ്ഞം, ഒരുപാട് പൂജ എന്നൊക്കെ ചെയ്യണുണ്ടല്ലോ, അതുകൊണ്ടോ, അല്ലെങ്കിൽ കുടുംബത്തിൽ പല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തതുകൊണ്ടോ, ഒരുപാട് പുസ്തകങ്ങളൊക്കെ പഠിച്ചതുകൊണ്ടോ, ഇല്ല തീർത്ഥയാത്ര ചെയ്ത് ഗംഗയിൽ പോയി, വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി, ഇവിടെ പോയി, അവിടെ പോയി, എല്ലായിടത്തും പോയി, ഇതൊക്കെ പ്രയോജനം ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ പ്രയോജനപ്പെടണമെങ്കിൽ മഹത്പാദരജോഭിഷേകം, വാസ്തവമായ പരമഭാഗവതന്മാരായ മഹാത്മാക്കളുടെ ഒരു ടച്ച് ഉണ്ടാവണം, ഒരു സമ്പർക്കം ഉണ്ടാവണം എവിടെയെങ്കിലുമൊക്കെ. അപ്പോഴേ ഈ അധ്യാത്മജീവിതം സത്യമാണെന്നുള്ള വിശ്വാസം നമ്മളുടെ ഉള്ളിൽ വരുള്ളൂ. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇതൊക്കെ ആരോ പറയണു, ഇതൊക്കെ ഇന്നത്തെ കാലത്തൊക്കെ ഒന്നും ആരും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ ഒന്നും സാധിക്കില്ല. അപ്പോൾ ആ സത്യാനുഭവം ഉള്ള ഒരു രൂപം നമ്മളുടെ മുമ്പിൽ കാണണം. നമ്മളുടെ മുമ്പിൽ ആ ആത്മാനുഭവത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു എംബോഡിമെൻറ്റ് അത് നമ്മളുടെ മുമ്പിൽ ഉണ്ടാവണം. ഉണ്ടെങ്കിലേ ഇതിൻ്റെ ശക്തി ഉണരുള്ളൂ ഉള്ളിൽ. അതാണ് ഭരതയോഗീശ്വരൻ പറഞ്ഞത്, വിനാ മഹത്പാദരജോഭിഷേകം, മഹാത്മാക്കളുടെ പാദരജസ് കൊണ്ട് അഭിഷേകം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ അഹങ്കാരം അങ്ങനെ അടങ്ങില്ലല്ലോ, അത് എങ്ങനെയെങ്കിലുമൊക്കെ അടങ്ങണം എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു രമണ മഹർഷിയെ കാണാനായിട്ട് ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, ഭാരതദേശം മാത്രമല്ല, ഇവിടുന്നൊക്കെയോ വന്നു. ഇത് പുസ്തകം വായിച്ചാൽ പോരെ? പോരാ. ആ സത്യാനുഭവത്തിനെ ദർശിക്കണം, ആ അനുഭവസ്ഥിതിയെ ദർശിക്കണം. അതിനു വേണ്ടിയിട്ടാണ് യാത്ര ചെയ്ത് വരണത്. എത്രോത്തമ ശ്ലോക ഗുണാനുവാദ പ്രസ്തൂയത്തെ ഗ്രാമ്യ കഥാ വിഘാത. ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ വേറെ ഡയമെൻഷൻ എന്ന് പറയുകയാണ് ഇപ്പോൾ, അത്രയേ ഉള്ളൂ. എവിടെ ഭഗവത് ഗുണങ്ങൾ പറയുന്നു, ഭാഗവതമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിരന്തരം. ഇതൊരു ഒരു ഒരു തപസ്സാണത്. മഹാത്മാക്കളുടെ ലക്ഷണവും എന്താണെന്ന് വെച്ചാൽ, അവർ സഹജമായിട്ട് തന്നെ ഈ അധ്യാത്മവിദ്യ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് പൃഥു മഹാരാജാവ് പറഞ്ഞത്. പൃഥു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിക്കുന്ന വരം ഇതാണ്, എനിക്ക് നല്ല അനുഭൂതിമാന്മാരുടെ വാക്കുകൾ കേൾക്കാനുള്ള ചാൻസ് തരുന്നു. എൻ്റെ ശരീരം മുഴുവൻ ചെവിയാവട്ടെ, 10,000 ചെവി കൊണ്ട് കേൾക്കണമെന്നാണ്. മഹത്തമാന്തർ ഹൃദയാത് മുഖച്യുതോ വിധത്സ്വ കർണായുതമേശമേ വരഹാം. മഹാപുരുഷന്മാരുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന വാക്ക് പുറത്തേക്ക് എങ്ങനെ? ഇപ്പോൾ ഭാഗവതം കേൾക്കാനുള്ള രസം, ഭഗവത് ഭക്തി കേൾക്കാനുള്ള രസം, ആ രസം തന്നെ അധ്യാത്മാനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി അതൊക്കെ സെക്കൻഡറി. ആ കേട്ടുകൊണ്ടിരിക്കാനുള്ള രസമാണ്. അപ്പം ഇന്നലെ ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഇപ്പോൾ ഈ കുട്ടികളൊക്കെ മുമ്പിൽ ചിലരൊക്കെ ഇരിക്കുന്നുണ്ട്, ഇവരൊക്കെ 10 വയസ്സിലൊക്കെ കേൾക്കാൻ തുടങ്ങിയവരാണ്. 26 വർഷമായി. അതിലൊരു വിദ്വാൻ്റെ കഥ ഇന്നലെ അയാൾ പറയായിരുന്നു. ഭാഗവതം നടക്കുകയാണ് തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത്. അപ്പം ഞാൻ ഒരു രസത്തിന് വേണ്ടി പറയുകയാണ്, അയാളിപ്പോൾ ഇവിടെ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഭാഗവതം നടക്കുക. അപ്പോൾ അയാൾ 10-12 വയസ്സുണ്ട്, 13 വയസ്സ്. ടീച്ചറെ മാഷെ വിളിച്ചിട്ട്, മാഷെ എനിക്ക് വയറിന് നല്ല സുഖമില്ല കേട്ടോ എന്ന്. എന്നാൽ നീ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു മാഷ്. നേരെ ഭാഗവത സപ്താഹത്തിന് വന്നു. അവിടെ ഒന്ന് മുമ്പിലിരിക്കുക. ഇത് പുണ്യവിശേഷമാണ്. എന്നിട്ട് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരോ പുറകെ നിന്ന് തോണ്ടി നോക്കിയപ്പോൾ മാഷിരിക്കണു. ആ മാഷ് പുറകെ ഇരിക്കണം. എന്നിട്ട് എന്നാൽ എന്നോടിത് പറയരുതടോ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം മുതൽ മാഷും ഇയാളും കൂടിയിട്ടാണ് സ്കൂട്ടറിൽ വരണത്.
സത്സംഗത്തിന് അങ്ങനെയൊക്കെ തുടങ്ങി 10-26 വർഷമായിരിക്കണം. എന്ത് കിട്ടി? ഒന്നും കിട്ടിയിട്ടല്ല. ചിലപ്പോൾ ചോദിച്ചാൽ എന്താ ഒന്നും ഉള്ളിൽ അറിയില്ലെങ്കിലും അതിൻ്റെ ഒരു രസം, അതിൻ്റെ ഒരു പ്രിയം അതുണ്ട്. അത്രയും സമയം ഗ്രാമ്യകഥാവിഘാത. അപ്പോൾ ഇവിടെ വന്നിരുന്നു, എന്ത് കിട്ടി? വേണ്ടാത്തവരൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ്. ആവശ്യമില്ലാത്ത വെടിപറച്ചലോ ഗോസിപ്പ് നടന്നില്ലല്ലോ. ഞാനാണ്, നീയാണ്, അവനാണ്, എന്തെങ്കിലുമൊക്കെ പറയുമില്ലെങ്കിൽ അല്ലേ? അതോ ആ മാതിരി വർത്തമാനം ഇല്ലാതിരുന്നു എന്നുള്ളതൊരു വലിയ ലാഭം. പിന്നെ മനസ്സ് വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കും. പിന്നെ മൊബൈൽ തൊടാതിരുന്നുവല്ലോ കുറച്ച് നേരത്തേക്ക്, അതൊരു വലിയ ലാഭം. അപ്പോൾ ഗ്രാമ്യകഥാവിഘാത അതാണ്. നിഷേവ്യമാണോ അനുദിനം പ്രതിദിനം. ഇങ്ങനത്തെ റൂട്ടീൻ വേണം നമ്മളുടെ ലൈഫിൽ. ശരിക്കും മനസ്സിന് ശാന്തി കിട്ടാൻ വളരെ എളുപ്പമാണ്. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അനുഷ്ഠാനാദികളെ റൂട്ടീനായിട്ട്, ഡിസിപ്ലിനായിട്ട് ഒരേ സമയം ഒരേ സ്ഥലത്തിരുന്ന് ഇത്രയും നേരം ഞാൻ ജപം ചെയ്യും, ഇന്ന ഗ്രന്ഥങ്ങൾ നിത്യപാരായണത്തിൽ വയ്ക്കും. സാധിക്കുമെങ്കിൽ ഈ ജപം മുതലായിട്ടുള്ളതൊക്കെ ദൂരത്ത് എവിടെയെങ്കിലുമൊക്കെ അമ്പലത്തിലോ മറ്റൊക്കെ പോയി ഇരിക്കുക, അവിടെ ഇരുന്ന് ജപം ചെയ്യാം. കയ്യിൽ മൊബൈൽ കൊണ്ടുപോകരുത്. തിരിച്ചു വന്ന് നോക്കിക്കോളും, ആ സമാധാനമെങ്കിലും ഉണ്ടാവുമല്ലോ. എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് പോവാം. എന്നിട്ട് അങ്ങനെ കുറേ ഗ്യാപ്പ് ഉണ്ടാക്കണം നമ്മളുടെ ലൈഫിൽ, സ്പേസ് ഉണ്ടാക്കണം. ആ ഗ്യാപ്പിൽ ഭഗവാൻ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് ഇരിക്കും. കുറേ ഇടയുണ്ടാക്കിയാൽ ഇടയൻ അവിടെ വന്നിരിക്കും. ചിത്തവൃത്തികൾക്ക് നടുവിൽ കുറേ ഗ്യാപ്പ് ഉണ്ടാവണം. അതാണ് നമ്മൾ ലോകവ്യാപാരങ്ങളിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവണം. അതിനാണ് ഭാഗവതം പറയണത് ഈ ഗുണാനുവാദ ഇതം ഹി പുംസ തപസശ്രുതസ്യ വാ സ്വിഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോ അവിച്യുതോർത്ഥ കവിഭിർനിരൂപിതോ യദുത്തമശ്ലോക ഗുണാനുവാദ. ഭഗവാനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നാണ്. അപ്പം എന്താ അർത്ഥം? ഞാൻ എന്നെക്കുറിച്ച് പറയണില്ല, വേറെ ആരെങ്കിലും കുറിച്ച് പറയണില്ല. അല്ലെങ്കിൽ ഇതാണല്ലോ അല്ലേ, നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാനേ വേറെ ആരെ പറഞ്ഞാൽ അവസാനം നമ്മളിലേക്ക് തന്നെ വരും. നമ്മുടെ പ്രകൃതിയാണത്, സ്വഭാവമാണ്. അപ്പം അതില്ലാതെ ഭഗവത് ഗുണങ്ങൾ പറഞ്ഞാൽ മതിം സതീം യച്ഛതി, നല്ല ശുദ്ധമായ ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കും എന്ന് പറഞ്ഞു രാജാവ് ഭരതൻ. അങ്ങനെ പൂർവജന്മ കഥയൊക്കെ പറഞ്ഞു. ഒക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, ഹേ രാജൻ, ഈ മനുഷ്യജന്മം വളരെ ദുർലഭമാണ്. സത്സംഗം കിട്ടുന്നത് വ്യർത്ഥമാക്കി കളയരുത്. സത്സംഗലാഭം വേണം, നിസ്സംഗതയും വേണം. നിസ്സംഗതയും സത്സംഗവും രണ്ടും വേണം. മറ്റു വിഷയങ്ങളിൽ കുറച്ച് വിട്ട് നിൽക്കുക. അധ്യാത്മസംഗം ഉണ്ടാവട്ടെ. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ഈ ആശയം തന്നെ അധികവും ഭാഗവതം കൊണ്ടുവന്നതാണ്. ഭാഗവതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം സത്സംഗമാണ്. ഏകാദശ സ്കന്ധത്തിൽ കൃഷ്ണൻ തന്നെ ഉദ്ധവരോട് പറയുന്നു, വലിയ രഹസ്യം എന്ന് പറഞ്ഞിട്ടാണ് പറയണത്. വലിയ രഹസ്യം. എന്താ രഹസ്യം എന്ന് വെച്ചാൽ മഹാപുരുഷ സമ്പർക്കം. സത്സംഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് അറേഞ്ച് ചെയ്ത് പറയുന്നത് മാത്രമല്ല, ഇത് നമുക്ക് ശാസ്ത്രങ്ങൾ പറയുന്നു. ഇതൊരു സത്സംഗം. പിന്നെ തനിച്ച് നമുക്ക് ആരെങ്കിലുമൊക്കെ പരമഭക്തന്മാരുടെ അടുത്ത്, ജ്ഞാനികളുടെ അടുത്ത് ഇരുന്ന് നമ്മളുടെ സംശയങ്ങൾ ചോദിക്കുകയും അതിന് വേണ്ട ഉത്തരങ്ങൾ കിട്ടുകയും ഒക്കെ ചെയ്യാം. ചിലപ്പോൾ ചില മഹാപുരുഷന്മാരുടെ അടുത്ത് ചോദ്യമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, ആ സന്നിധിയിൽ പോയാൽ മതി, ആ മൗനം മതി. ദക്ഷിണാമൂർത്തിയുടെ സന്നിധി പോലെയാണ്. രമണ മഹർഷിയുടെ സന്നിധിയൊക്കെ അങ്ങനെയായിരുന്നു. പലരും ചോദ്യമൊക്കെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നു. ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റില്ല. സൂര്യൻ്റെ മുമ്പിൽ ഇരുട്ട് മറഞ്ഞു പോകുന്ന പോലെ ആ സന്നിധിയിൽ സംശയങ്ങൾ പോയി, സംശയിക്കുന്ന ആൾ പോയി, പരമാർത്ഥം ഉള്ളിൽ വിളങ്ങി പ്രകാശിച്ചു. അങ്ങനെ എത്ര പേർക്കാ ഉള്ള അനുഭവം?
എത്ര പേരുടെ റെക്കോർഡാണ് ഉള്ളത്. അപ്പോൾ അത് മഹർഷിയുടെ വഴി. ചിലരുടെ അടുത്ത് പോകുമ്പോൾ ഈ അധ്യാത്മ വിചാരം ഉണ്ടാവും. നമുക്ക് സംശയങ്ങൾ ചോദിക്കാം, അറിയാം, സത്യം നിശ്ചയിക്കാം. ഭാഗവതാദി ഗ്രന്ഥങ്ങളെ നോക്കാം, ഭഗവത്ഗീത നോക്കാം, ഉപനിഷത്ത് പഠിക്കാം. ഇതൊക്കെ സത്സംഗമാണ്. ഇതൊക്കെ നമ്മൾ ലോകത്തിനെ മറന്ന് മറ്റു വിഷയങ്ങളെ മറന്ന് അധ്യാത്മമായി ഉയർന്ന തലത്തിൽ നമ്മളെ കൊണ്ട് നിർത്താനുള്ളൊരു വഴിയാണ്. ഇതൊക്കെ എളുപ്പ വഴികളാണ്. നേരെ അങ്ങനെ പോയിട്ട് ഞാൻ ധ്യാനിക്കാനിരിക്കുമെന്ന് പറഞ്ഞ് ധ്യാനം വരണില്ല, കംപ്ലൈൻറ്റ്, അങ്ങനെയൊന്നും വേണ്ട. പതുക്കെ പതുക്കെ ശനൈഹി ഉപരമേത് എന്നാണ് ഭഗവാൻ പറയണത്. പതുക്കെ തുടങ്ങും. ആദ്യ യമനിയമങ്ങൾ, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ഇത്രയൊക്കെ പറഞ്ഞിട്ടാണല്ലോ ധ്യാനം പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ധ്യാനം വന്നു. ഇപ്പം ജപം ചെയ്യുമ്പോൾ തന്നെ വളരെ എളുപ്പമായി എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജപം. ഇവിടെ വളരെ മുഖ്യവും അഭേദാനന്ദ സ്വാമികൾ പറഞ്ഞിരിക്കുന്നത് ജപമാണ്, കീർത്തനവും ജപവും. അപ്പോൾ ഭഗവൻ നാമം അല്ലെങ്കിൽ മന്ത്രം ജപം ചെയ്യുമ്പോൾ വളരെ എളുപ്പമായി മനസ്സിനെ പിടിച്ച് കെട്ടിയിടാനുള്ള ഒരു ആലംബമാണ് ഭഗവൻ നാമം അല്ലെങ്കിൽ മന്ത്രം. രണ്ടിനും വ്യത്യാസമൊന്നും വലുതായിട്ടില്ല. മന്ത്രം എന്ന് പറയുമ്പോൾ അതിൽ പ്രണവം മുതലായ ബീജാക്ഷരങ്ങൾ ഉണ്ടാവും. ഗുരു ഉപദേശിച്ചു കഴിയുമ്പോൾ നാമവും മന്ത്രമാവും. സ്വയമേവ നമ്മൾ എന്തെങ്കിലുമൊക്കെ നാരായണ നാമമോ കൃഷ്ണനാമം, രാമനാമം, ശിവനാമം ഒക്കെ എടുക്കുമ്പോൾ അത് നാമജപമാവും. നാമജപം ആയാലും ശരി, മന്ത്രജപമായാലും ശരി, മനസ്സിന് ഒരു ആശ്രയമാണ്, ഒരു ആലംബമാണ്. ധ്യാനത്തിന് ചിത്തവൃത്തികളാണല്ലോ മനസ്സ്. കുറേ ചിത്തവൃത്തികളാണ്, തോട്ട്സ്, അനേക ചിത്തവൃത്തികൾ. ഈ അനേക ചിത്തവൃത്തികളായി നടക്കുന്ന മനസ്സിനെ പതുക്കെയെ ആദ്യം സജാതീയ വൃത്തിപ്രവാഹം എന്ന് പറയും. ഒരു വിഷയം ചിന്തിക്കുമ്പോൾ ആ വിഷയമല്ലാതെ മറ്റൊന്നും വരാതെ സാധിച്ചാൽ തന്നെ വലിയ കാര്യമായി. ഇപ്പോൾ ഭാഗവതം ചിന്തിക്കുമ്പോൾ ഭാഗവതം മാത്രം, വേറെ ഒന്നും അതിലേക്ക് വരാതിരുന്നാൽ തന്നെ വലിയ കാര്യമായി. അതുപോലെ ക്രമേണ മനസ്സിന് ഭഗവൻ നാമ ജപത്തിൻ്റെ അഭ്യാസം സിദ്ധിക്കണം. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. എല്ലാ യജ്ഞങ്ങളിലും വെച്ച് ഞാൻ ജപയജ്ഞമാണെന്ന് പറഞ്ഞു. വളരെ എല്ലാ സാധുക്കളും മഹാപുരുഷന്മാരും കണ്ടുപിടിച്ച വഴിയാണത്. ആ ശബ്ദത്തിനെ അങ്ങോട്ട് പിടിച്ചുകൊള്ളാണ്. ഇപ്പം നോക്കൂ, നിങ്ങൾ സിഖ് മതം, നമ്മളുടെ ഇത് മാത്രമല്ല, സർദാർജി അവരുടെ ഗുരുഗ്രന്ഥ സാഹിബ് അത് നോക്കിയാൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ജപമാണ്, ശബ്ദ ഉപാസനയാണ്, നാമജപം ഉപാസനയാണ്. ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും എല്ലായിടത്തും ഉണ്ട് ജപം. പക്ഷെ നമ്മളുടെ ഇടയിൽ ഭാഗവതധർമ്മം, ശിവഭക്തന്മാരായ തിരുനാവുക്കരശർ, ജ്ഞാനസംബന്ധർ, ഇവരൊക്കെ പിടിച്ചത് പഞ്ചാക്ഷരത്തിനെയാണ്. ആ പഞ്ചാക്ഷരത്തിനെ തിരുനാവുക്കരശ സ്വാമികളും എടുത്ത് പറയുന്നുണ്ട്, വിത്ത് വിതച്ചു. ഞാൻ പഞ്ചാക്ഷരമാവുന്ന വിത്ത് വിതച്ച് അതിൽ ശ്രദ്ധയാകുന്ന ജലമൊഴിച്ചു, നല്ല തപസ്സാകുന്ന വേലി കെട്ടി, അവസാനം അത് അനുഭൂതിയുടെ വലിയ മരമായി വളർന്നു. കരുവായി കിടന്തും നാമം പയിன்றேன். ഒരിടത്ത് പറയണ്ട, എൻ്റെ പാട്ടത് ആരംഭം, കരുവായി കിടന്ന് ഉൻ കഴലയെ നിനയ്ക്കും കരുത്തുടയേൻ, ഉരുവായി ഉൻ നാമം പയിன்றேன். കരു എന്ന് വെച്ചാൽ ഗർഭത്തിൽ കിടക്കുമ്പോൾ, ഫീറ്റസായിട്ട് ഇരിക്കുമ്പോൾ, അതെന്തോ അവിടെ തന്നെ സ്മൃതി ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറയണു, ആ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ ഭഗവത് സ്മരണം എൻ്റെ ഉള്ളിൽ ഉണർന്നു എന്നാണ് രമണ മഹർഷിയും പറയുന്നുണ്ട്. അറിവറ് ചെറുവയത് അതുമുതൽ അരുണാചലം മിക പെരിതന അറിവിനിലങ്ക അറിവറും அறிவரு கிரியன அமர்தரும் அம்மாம் அதிசயமிதன் செயல் அறிவரிதார்க்கும் அறிவரு சிறுவயதது முதல் அருணாச்சலம் மிக பெரிதன அறிவினிலங்க அருகிலனதன் பொருள் அது திருவண்ணாமலை என ஒருவரால் அறிவுறப் பெற்றும். ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ എന്ന് പറയാം നമുക്ക്. അറിവറ് ശിറിവയത്,
വളരെ ചെറിയ രൂപത്തിലിരിക്കുമ്പോൾ മുതൽക്ക് ഈ അരുണാചലം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ സ്പന്ദിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഈ നാമം ശരീരമെടുത്ത് വന്നതും നാമം അഭ്യസിച്ചു എന്നാണ്. പഞ്ചാക്ഷരത്തിനെ ശങ്കരാചാര്യരെ ഒരുപാട് സ്തുതിച്ചിട്ടുണ്ട്. ഈ ശിവഭക്തന്മാരൊക്കെ സ്തുതിച്ചിട്ടുണ്ട്. വൈഷ്ണവ ഭക്തന്മാർ രാമനാമം, കൃഷ്ണനാമം, നാരായണനാമം എല്ലാത്തിനെയും സ്തുതിച്ചിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ആ നാമത്തിനെ ആശ്രയിക്കുകയാണ്. അനേക ചിത്തവൃത്തികളായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ മനസ്സ്. അതിനൊരു മരുന്ന് വേണം. ഇപ്പം നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ തലവേദന, പനി എന്നൊക്കെ പോകുമ്പോൾ എന്തോ കിറുക്കി തരണു അല്ലേ. നമ്മൾ പോയി മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ അവർ ടാബ്ലറ്റ് തരണു, വാങ്ങി കഴിക്കണം, വിശ്വാസം, അത്രയേ ഉള്ളൂ. നമ്മൾ തലവേദനയ്ക്ക് പോയാൽ MBBS പഠിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഹെഡ് ഏക്കിനെ കുറിച്ച് ഇത്രയും വലിയൊരു പുസ്തകം തന്നു, ഇത് വായിക്കൂ, നിങ്ങളുടെ തലവേദനയൊക്കെ. അങ്ങനെയല്ല, ഒരു ടാബ്ലറ്റ്. അതുപോലെയാണ് ഈ ജപം എന്ന് പറയുന്നത്. അപ്പം ജപം ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പമായ ഒരു ധ്യാനത്തിന് ഒരു വഴിയാണ്. ജപം ചെയ്യുമ്പോൾ പലർക്കും കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ മനസ്സ് ഏകാഗ്രപ്പെടുന്നില്ല. മനസ്സൊന്നും ഏകാഗ്രപ്പെടണ്ട. നിങ്ങൾ ജപം ചെയ്യാൻ വന്ന് ജപം ചെയ്യുക, അത്രയേ ഉള്ളൂ. മനസ്സ് എവിടെ വേണമെങ്കിൽ അലയട്ടെ, എന്ത് വേണമെങ്കിൽ ചിന്തിക്കട്ടെ. സാധാരണ പറയാറുണ്ട്, നമ്മുടെ ഒരു സ്റ്റാമ്പാണത്. ജപിക്കാനിരിക്കുമ്പോൾ മനസ്സിന് ഹോൾ വേൾഡ് ടൂർ ടിക്കറ്റ് വാങ്ങിക്കൊടുത്തിട്ട് ഇരുന്ന് ജപിക്കാന്ന്. എവിടെ വേണമെങ്കിൽ പോട്ടെ, എന്ത് വേണമെങ്കിൽ ചിന്തിക്കട്ടെ, ഞാൻ ഈ ജപം കഴിയാതെ എഴുന്നേക്കില്ല. അത് ഇരുന്ന് ജപം ചെയ്യണമെന്ന് പോലും ഇല്ല. നിങ്ങൾ നടന്നിപ്പോൾ ഇവിടെയൊക്കെ നോക്കൂ, നടക്കില്ലേ? അതുപോലെ പത്മനാഭനെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്ത് ജപിക്കുക. അമ്പലത്തിൻ്റെ ഉള്ളിൽ പോകണമെന്ന് പോലും ഇല്ല, പുറത്ത് ഇങ്ങനെ പ്രാകാരത്തിൽ വാക്കിംഗ് ജപം, സഞ്ചാര ജപം, അങ്ങനെ ചെയ്യാം. കുറേ കഴിയുമ്പോൾ ഈ ജപം പ്രാക്ടീസാവും. മനസ്സ് അനേക ചിത്തവൃത്തികൾ വരുമ്പോൾ ആ ചിത്തവൃത്തികളൊക്കെ വരുന്നതിൻ്റെ ഇടയിൽ കൂടെ ജപം എന്നുള്ള സ്പന്ദനത്തിനെ കടത്തിവിടുകയാണ്. ചിത്തവൃത്തികളെ നിങ്ങൾ നിരോധമൊന്നും ചെയ്യുന്നില്ല, ചിത്തവൃത്തികളെ അടക്കണമൊന്നുമില്ല. എന്തൊക്കെ ചിത്തവൃത്തികൾ വേണമെങ്കിൽ വരട്ടെ, ഈ ജപം എന്നുള്ള സ്പന്ദനം, ഇത് ദിവ്യ സ്പന്ദനാഭ്യാസമാണത്. സ്പന്ദനാഭ്യാസമാണ് ഈ ജപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പന്ദനത്തിനെ ഉള്ളിലേക്ക് കടത്തിവിടാണ്. അങ്ങനെ ഒരു ദിവസം ഇത്ര നേരം, ഇപ്പോൾ 1 മണിക്കൂർ ജപിക്കാൻ പോകണമെന്ന് തീരുമാനിച്ചാൽ ജപിക്കണം. ഇരുന്ന് ജപിക്കുകയോ നടന്ന് ജപിക്കുകയോ എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, ജപം ചെയ്യണം. ആ 1 മണിക്കൂർ ജപിക്കും. ആ ജപത്തിന് ഭഗവാൻ അർപ്പണം ചെയ്യാം. നിങ്ങൾ വാസ്തവമായി ഭഗവാൻ ഇതൊക്കെയാണ് അർപ്പണം, അല്ലാതെ പഴം, തേങ്ങ ഇതൊന്നും നമ്മളുടെ അല്ല. പൈസ ഉള്ളത് കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരണു, കൊടുക്കണു, അത്രയേ ഉള്ളൂ. ശരിക്കുള്ള അഭ്യാസം, ഭഗവാന് സമർപ്പണം എന്ന് പറയുന്നത് 1 മണിക്കൂർ ജപം ചെയ്തു, എന്നിട്ട് ആ ഭഗവാൻ നാമത്തിന് ഭഗവാൻ അർപ്പണം ചെയ്താൽ അതാണ് തേവാരം എന്ന് പറയണത്. തേവാരം എന്ന് പറഞ്ഞാൽ ദേവഹാരം, ദേവന് ഒരു ഹാരം അർപ്പിക്കുന്നതാണ് ദേവാരം. തമിഴിലൊക്കെ ദേവാരം എന്നാണ് പറയുക. ആ ദേവാരം മലയാളത്തിലാവുമ്പോൾ തേവാരമായി. ദേവാരമാണ്. ദേവാരം എന്ന് വെച്ചാൽ ദേവൻ അർപ്പിക്കുന്ന ഹാരം. വാക്യപുഷ്പാഞ്ജലി, വാക്കുകൾ കൊണ്ട്, ഭഗവൻ നാമം കൊണ്ട്, ജപം കൊണ്ട് ഭഗവാന് സമർപ്പണം ചെയ്യാം. അപ്പോൾ അത് വാസ്തവത്തിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തതാവും. രാവിലെ മുതൽ രാത്രിയാവുമ്പോഴേക്കും ഇത്ര ജപം ചെയ്തു, എന്നിട്ട് രാത്രി കിടക്കുമ്പോൾ ഭഗവാൻ അങ്ങോട്ട് സമർപ്പണം ചെയ്തു. ഇതവിടെ അർപ്പിക്കുകയാണ്. അതിൻ്റെ ഫലം ഒന്നും ഇച്ഛിക്കരുത്. എനിക്ക് ധ്യാനം വന്നു, എനിക്ക് യോഗം വന്നു, ഒന്നും ആലോചിക്കരുത്. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്, ഇത് ആദ്യത്തെ പടി. ഇങ്ങനെ ജപം ചെയ്യുമ്പോൾ ക്രമേണ ക്രമേണ ജപിക്കാനുള്ളൊരു സുഖം വരുമ്പോൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ അനുസന്ധാനം ചെയ്യണം. എന്ത് ചെയ്യാം? ഭഗവൻ നാമം ജപിക്കുമ്പോൾ നിങ്ങൾ ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ധ്യാനിക്കാൻ പറ്റുമെങ്കിൽ അതാവട്ടെ. അല്ലെങ്കിൽ ഈ സത്സംഗത്തിൽ കേട്ട വിഷയങ്ങൾ, ഈ ദിവ്യമായ അലൗകികമായ വിഷയങ്ങളൊക്കെ എടുത്ത് മനനം ചെയ്തുകൊണ്ടേയിരിക്കാം. നമുക്ക് വലിയ വലിയ മഹാപുരുഷന്മാരൊക്കെ ഈ ജപസഹിതമായ അനുസന്ധാനം ചെയ്തിട്ടാണ് ജ്ഞാനം നേടിയത്. ജപം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഈ ഞാൻ ജപം ചെയ്യുന്ന ആ ഭഗവാൻ
നാരായണ എന്നാണ് ജപിക്കുന്നതെങ്കിൽ യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. ഈ ഒറ്റ ശ്ലോകം അനുസന്ധാനത്തിന് എടുത്തു വെച്ചു. ജപം ചെയ്യണം. ഉള്ളിൽ കാണുന്നതൊക്കെ ഭഗവാന്റെ സ്വരൂപമാണ്. നാമരൂപം മാത്രം വ്യത്യാസം. ഇത് സ്ത്രീയാണ്, പുരുഷനാണ്, മരമാണ്, കല്ലാണ്, ആകാശമാണ്, ഭൂമിയാണ്. എന്തൊക്കെ കണ്ടാലും ഈ നാമരൂപത്തിന് പുറകിലൊക്കെ ഉള്ള ചൈതന്യം ഒരേ വസ്തുവാണ്, ഒരേ ചിദ്വസ്തുവാണ് പ്രപഞ്ചരൂപത്തിൽ കാണുന്നത്. എൻ്റെ ഉള്ളിൽ ചിത്തവൃത്തികളായിട്ടും മറ്റുമൊക്കെ കാണപ്പെടുന്നതും പുറമേക്ക് നാമരൂപങ്ങളായി കാണപ്പെടുന്നതും ഒക്കെ അവൻ തന്നെ. ഇങ്ങനെ അനുസന്ധാനം ചെയ്തുകൊണ്ടേ ജപിക്കാം. അപ്പോൾ അനുസന്ധാന ധ്യാനം ഉണ്ടാവും. രൂപത്തിനെ ചിന്തിച്ചുകൊണ്ട് ഹൃദയകമലത്തിൽ ഭഗവാന്റെ രൂപം പ്രകാശിക്കുന്നതായിട്ട് ജപിക്കുകയാണെങ്കിൽ രൂപധ്യാനം ഉണ്ടാവും. ഭഗവത് ഗുണങ്ങളെ അനുസന്ധാനം ചെയ്തുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ സഗുണധ്യാനം ഉണ്ടാവും. ജപം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സ് ശാന്തമായി നിശ്ചലമാവുമ്പോൾ ഈ ജപം ചെയ്യുന്ന ആളാരാണ്, ഈ ജപം ചെയ്യുന്ന ഞാൻ ആരാണ്, ഈ ജപം ഈ ശബ്ദം എവിടെ ഉദിക്കുന്നു. ചിലപ്പോൾ മന്ത്രം മാനസികമായി ഉള്ളിൽ ആ സ്പന്ദനം മാത്രമുണ്ട്, ചുണ്ടുപോലും അനങ്ങില്ല, നാവ് പോലും അനങ്ങില്ല. ഉള്ളിൽ ആന്തരികമായി ആ മന്ത്രം ഇങ്ങനെ ഉദിച്ച് കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ ഉദിച്ചു കൊണ്ടിരിക്കും. ഉറങ്ങി എണീക്കുമ്പോൾ അതോടുകൂടെ എഴുന്നേക്കും. ഇതൊക്കെ അതിൻ്റെ ധ്യാനത്തിൻ്റെ സുഖമാണ്. അങ്ങനെ ഉള്ളിൽ ആ സ്പന്ദനം വരുമ്പോൾ ആ സ്പന്ദനത്തിനെ ശ്രദ്ധിക്കും തോറും മനസ്സ് ഹൃദയസ്ഥാനത്തിലടങ്ങും. നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് പറയുന്ന പോലെ ആ നിശ്ചലത, ഉള്ളിൽ ആ ശാന്തി, ആ മൗനം, അതിൻ്റെ അനുഭവം കുറച്ച് നേരത്തേക്ക് വരും. ശാശ്വതമൊന്നുമല്ല, കുറച്ച് നേരത്തേക്ക് വരും. പിന്നെയും മനസ്സ് ചലിക്കും. ചലിച്ചാലും ശരി, കുഴപ്പമില്ല, ചലിച്ചാൽ ചലിച്ചോട്ടെ, ഇപ്പോഴും ജപം ചെയ്യും. അങ്ങനെ ഭഗവൻ നാമത്തിനെ ഒരു ആശ്രയമായി കരുതിക്കൊണ്ട് ആരംഭത്തിലൊക്കെ ഇതൊരു പിടി വരണമെങ്കിലുണ്ടല്ലോ, ആരെങ്കിലും വലിയവരുടെ അടുത്ത്, മഹാത്മാക്കളുടെ അടുത്ത് പറയണം, ഞാനിതാ നീ ഒരു 100 ദിവസം ജപിക്കാൻ പോകുന്നു, അനുഗ്രഹിക്കണം, അത് പ്രതിബന്ധം കൂടാതെ നടക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഭഗവാന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ആ ജപം ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു നിഷ്ഠ തുടങ്ങിയാലുണ്ടല്ലോ, കുറേ കഴിയുമ്പോൾ അഭ്യാസാത് രമതേ അത്ര ദുഃഖാന്തം ച നിഗച്ഛതി. അഭ്യാസം, വൈരാഗ്യം, അഭ്യാസം. വൈരാഗ്യം എന്താ? മറ്റു വിഷയങ്ങൾ കൊണ്ടുള്ള ഡിസ്ട്രാക്ഷനിലൊന്നും വീണു പോകരുത്. അഭ്യാസം എന്താ? ഈ ജപനിഷ്ഠ, ജപേ നിഷ്ഠ. അങ്ങനെ അതിനൊരു എല്ലാവർക്കും ഒരു രുചി വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സ്വാമികളൊക്കെ ഇവിടെ ആ നാമസങ്കീർത്തനത്തിന് ഒരു വിളക്ക് വെച്ച് അതിന് ചുറ്റുമെങ്കിലുമൊക്കെ ജപിക്കുക. കുറേ അഭ്യാസം പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ, ആ ലിഖിത ജപം ഇതൊക്കെ അഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ തനിച്ച് ഏകാന്തമായിട്ടിരിക്കുന്നതിൻ്റെ രസം അപ്പം അനുഭവിക്കും. നമുക്ക് ആരും വേണ്ട, വർത്തമാനം പറയാനോ ഒന്നും വേണ്ട, സുഖമായിട്ട് നമ്മൾക്ക് നമ്മുടെ അടുത്തൊരു ഗ്രാമത്തിൽ, നമ്മളുടെ ഒരു പൂർവാശ്രമത്തിൽ പരിചയമുള്ള ഒരു വീട്, അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. സ്ത്രീ എന്ന് വെച്ചാൽ അവർ ആ സമയത്ത് ഒരു 55 വയസ്സുണ്ടാവും. അവർക്ക് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയി, റിട്ടാർഡഡ് ആണ് എന്ന് വെച്ചാൽ ഒരു കുട്ടിയെപ്പോലെ. അപ്പോൾ അവർ അടുത്ത വീട്, നമുക്ക് വളരെ പരിചയമുള്ള ഒരു ബ്രഹ്മചാരി അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പറയും എൻ്റെ അടുത്ത്, ഈ അമ്മ ചെറിയ കുട്ടികളെ പോലെ, ഈ ബ്രഹ്മചാരി ഇദ്ദേഹം വളരെ നല്ല പക്വമാണ്. ചെറിയ കുട്ടികളെ കൊഞ്ചി പറയണ പോലെ ഈ അമ്മയോടൊപ്പം പറയുമവർ. അപ്പോൾ ഈ സ്ത്രീ ഇടയ്ക്ക് വരും, ഈ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരും, ഇയാളുടെ പേരൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട്, എന്നെ അവിടെ അവർ TV ഒക്കെ ഇട്ടിട്ട് എന്നെ ജപിക്കാനേ സമ്മതിക്കണില്ല, ഞാനിവിടെ കുറഞ്ഞിരുന്ന് ജപിച്ചോട്ടെ എന്ന് പറയും. അന്ന് ഇവിടെ ഇരുന്നോട്ടോ, ജപിച്ചോ എന്ന് പറയും. അവിടെ ഇരുന്ന് കുറേ നേരം. അപ്പോൾ എന്തോ ഒരു സുഹൃത ജന്മം. ഈ ജന്മത്തിൽ വേറെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ ഇരുന്ന് ജപിക്കും, അവിടെ ഇരുന്ന് ജപിക്കും, എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ജപിക്കും. ഈ ജപിക്കുക മാത്രമാണ് പണി. അവരുടെ അടുത്ത് പോയിട്ട് വലിയ വലിയ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് സാധിക്കുന്നത് ഇത് മാത്രമാണ്. കരുണ വേണം, കരുണ. അത് ആ കാരുണ്യം കൊണ്ടാണ് ഈ സരളമായ സാധനകൾ എന്തെങ്കിലുമൊക്കെ
കൊണ്ടൊക്കെ ഭഗവത് പ്രാപ്തി ഉണ്ടാവും, വലിയ തത്വജ്ഞാനം ഉണ്ടാവും, ജീവൻ മുക്തി ഉണ്ടാവും. യാഥാതഥ്യോപദേശേന കൃതാർത്ഥസത്വബുദ്ധിമാൻ. ഈ ജപമൊക്കെ ചെയ്ത് ചിത്തം നിർമ്മലമായി ശുദ്ധമായ ചിത്തത്തിൽ ആത്മവിദ്യ ഒന്ന് കേട്ട് കഴിയുമ്പോൾ ഉള്ളിൽ പ്രകാശിക്കും, ജ്ഞാനം ഉണ്ടാവും, സാക്ഷാത്കാരം ഉണ്ടാവും. അത്ര എളുപ്പമാണ് ഭക്തിയുള്ള ആൾക്ക്. ഭക്തിയാ മാം അഭിജാനാതി. ഭഗവാൻ പറഞ്ഞു ഭക്തി കൊണ്ട് എന്നെ അടുത്തറിയാൻ പറ്റും. യാവാൻ യശാസ്മി തത്വതഃ. ഞാൻ എത്ര കണ്ടുണ്ട്, എന്താണ് എൻ്റെ സ്വരൂപം, ഇതൊക്കെ അറിയാനൊക്കും. തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. അങ്ങനെ താത്വികമായി എന്നെ അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവനും എനിക്കും തമ്മിൽ അന്തരമേ ഇല്ല, നമ്മൾ ഒന്നായിട്ട് തീരുമെന്നാണ്. പരമാർത്ഥമായി അത് തന്നെയായിട്ട് തീരും. അതുകൊണ്ട് ലബ്ധസ്മൃതിർ യാതി അതിപാരമധ്വനഃ. അപ്പോൾ ഈ സ്വരൂപസ്മൃതി വന്ന് ഈ സംസാരം എന്ന് പറയുന്ന ഈ പെരുവഴിയിൽ നിന്നും അങ്ങടേക്ക് കിടക്കും. ആ പെരുവഴിയെക്കുറിച്ചാണ് അടുത്ത അധ്യായങ്ങളൊക്കെ ഭവാടവി വർണ്ണനൊക്കെ പറയണത്. അത് വായിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പെട്ടുപോകുന്ന ലോക ജീവിതത്തിൽ പെട്ടുപോകുന്ന പല ചതിക്കുഴികളെയും ഭരതയോഗീശ്വരൻ ഇവിടെ പല പേര് പറഞ്ഞു വിളിക്കുക. പല ചതിക്കുഴികളെയും ഭരതയോഗീശ്വരൻ ഏകദേശം എല്ലാറ്റിനെയും ഇവിടെ പറയുന്നുണ്ട്. ഒരു വളരെ വ്യംഗ്യമായ ഭാഷയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ശുഖബ്രഹ്മ മഹർഷി അതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നുമുണ്ട് അടുത്ത അധ്യായത്തിൽ. ഇതിനൊക്കെ ഇന്നതാണ് അർത്ഥം, ഇന്നതാണ് അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പെട്ട് വലഞ്ഞ് വിഷമിച്ച് ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ച ശേഷമാണ് ആ പരമേശ്വരൻ ഏതോ രൂപത്തിൽ വന്ന് തത്വോപദേശം ചെയ്യുന്നത്. ആ തത്വോപദേശവും സാഫല്യത്തിലെത്തണമെങ്കിൽ ചിത്തശുദ്ധി വേണം, ചിത്തൈകാഗ്രത വേണം, അതിന് സത്സംഗം വേണം, വൈരാഗ്യം വേണം. അതുകൊണ്ട് ഉണ്ടായ ജ്ഞാനമേ സഫലമാവുള്ളൂ. അല്ലാത്ത ജ്ഞാനം സാഫല്യത്തിലെത്തില്ല. വൈരാഗ്യവും ഗുരുഭക്തിയും ഭഗവത് ഭക്തിയും ഇതൊക്കെ ഇല്ലെങ്കിൽ ആ ജ്ഞാനം ശുഷ്കമായിട്ട് തീരും. അത്തരത്തിലുള്ള ആ പരിപൂർണമായ ജ്ഞാനനിഷ്ഠ വന്ന് സ്വരൂപസ്മൃതി ഉണ്ടായി സ്വതന്ത്രനായിട്ട് തീരൂ ഹേ രാജൻ എന്ന് പറഞ്ഞ് അവധൂതൻ ഈ രഘുഗണ മഹാരാജാവിനെ ഉപദേശിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജാവ് വളരെ വളരെ കരഞ്ഞുകൊണ്ട് കൃതാർത്ഥനായിട്ട് രാജാവ് പറഞ്ഞു, രാജാവിന് അവസാനത്തെ ഉപദേശം, രഘുഗണത്വമപി ഹി അധ്വനോസ്യ സന്യസ്തദണ്ഡഃ കൃതഭൂതമൈത്രഃ അസഞ്ചിതാത്മാ ഹരിസേവയാശിതം ജ്ഞാനാസിമാദായ തരാതി പാരം. ഹേ രഘുഗണ, ത്വമപി നീയും, ഹി അധ്വനഃ അസ്യ ഈ അധ്വാവിൻ്റെ ഈ വഴിയുടെ അപ്പുറം പോകണമെങ്കിൽ സന്യസ്തദണ്ഡഃ ഈ ഹിംസാബുദ്ധിയൊക്കെ വിട്ടിട്ട് ഞാനാണ് അവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ദയയില്ലാത്ത ഈ ഭാവമൊക്കെ വിട്ടിട്ട് കൃതഭൂതമൈത്രഃ എല്ലാവരുടെയും ഫ്രണ്ടായിട്ട് തീരുക എന്നാണ്. ആരും അന്യമല്ല. അങ്ങനെ ആയിത്തീരുന്ന അനാസക്തിയോടുകൂടെ ഹരിസേവ ചെയ്ത് ഭഗവത് സേവ ചെയ്ത് ശിതം നല്ലവണ്ണം മൂർച്ചയാക്കിയ ജ്ഞാനവാളുകൊണ്ട് ആ ജ്ഞാനവാളെടുത്ത് ഈ ബന്ധം അറുത്ത് കളഞ്ഞ് സ്വതന്ത്രനായിട്ട് തീരുക, ജീവൻ മുക്തനായിട്ട് തീരുക എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഭഗവാനെ എന്തൊരു കൃപ! അഹോ നൃജന്മാഖില ജന്മശോഭനം കിം ജന്മഭിഃ ത്വപരൈഃ അപ്യമുഷ്മിൻ നയദൃശീകേശ യശഃ കൃതാത്മനാം മഹാത്മനാം വഃ പ്രചുരഃ സമാഗമഃ. ഈ മനുഷ്യജന്മം എത്രയെത്ര ശ്രേഷ്ഠമാണ്! ഇത് എന്താ ഇതിൻ്റെ ശ്രൈഷ്ഠ്യത്തിന് കാരണമെന്ന് വെച്ചാൽ, എവിടെയെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ ഈ ഭാരതദേശത്തിൽ ജനിച്ചു, ഇതിൻ്റെയൊക്കെ ഭാഗ്യം എന്താ, എവിടെയോ നടന്നു പോകുന്നു, ആരോ ഒരു മഹാപുരുഷൻ്റെ സമ്പർക്കം ഉണ്ടാവുകയാണ്, ഒരു ജ്ഞാനിയുടെ ദർശനം ഉണ്ടാവുകയാണ്, ആ സമാഗമം ഉണ്ടാവുന്നു. നഹ്യദ്ഭുതം ത്വച്ചരണാബ്ജരേണുഭിഃ ഹതാം ഹസോ ഭക്തിരധോക്ഷജേ മല
മൗഹൂർത്തികാദസ്യ യസ്യ സമാഗമാക്ഷമേ ദുസ്തർക്കമൂലോ അപഹതോ അവിവേകഃ ത്വച്ചരണാബ്ജരേണുഭിഃ ഹതാംഹസഃ. അവിടുത്തെ ചരണ ധൂളി കൊണ്ട് ഉള്ളിലുള്ള പാപമൊക്കെ കഴുകിക്കളഞ്ഞവന് അദോക്ഷജേ അമലാഭക്തി, ആത്മാവായിട്ടുള്ളിൽ വിളങ്ങുന്ന ഭഗവാനിൽ അപരിമിതമായ ഭാവബന്ധമുണ്ടാവുന്നു. അദ്ഭുതം നഹി, ഇതിലെന്ത് അദ്ഭുതമാണുള്ളത്? ദുസ്തർക്കമൂല, ദുഷിച്ച യുക്തിവാദത്തിൽ വേരൂന്നി നിന്ന മേ അവിവേക. അങ്ങയുടെ അടുത്ത് വാദം ചെയ്യാൻ പുറപ്പെട്ടുവല്ലോ ഞാൻ, യുക്തി പറഞ്ഞ് പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവതു കണ്ട് അലയാതെ അമർന്നിടയിടും. അപ്പം അങ്ങനെ പലവിധ യുക്തി പറഞ്ഞുവല്ലോ അങ്ങയുടെ അടുക്കൽ. എൻ്റെ അവിവേകം യസ്യ മൗഹൂർത്തികാത്, ഒരു മുഹൂർത്ത നേരത്തെ സമാഗമാത്, അങ്ങുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് അപഹത, ദൂരീകരിക്കപ്പെട്ടു. ഞാനിതാ അതൊക്കെ അങ്ങോട്ട് ഉപേക്ഷിച്ചിരിക്കുന്നു, ആ യുക്തിവാദമൊക്കെ വിട്ടിരിക്കുന്നു. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യ. ഒരു രാജാവിന് വന്ന് വിനയമാണ്. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യ നമോ യുവഭ്യോ നമ ആവട്ടുഭ്യ യേ ബ്രാഹ്മണാ ഗാം അവധൂതലിംഗാ ചരന്തി തേഭ്യ ശിവമസ്തുരാജ്ഞാം. രാജാവ് പറഞ്ഞു, മഹാപുരുഷന്മാർക്കൊക്കെ നമസ്കാരം. എന്തിനു പറയണു? കൊച്ചുകുട്ടികൾക്ക് നമസ്കാരം. ജ്ഞാനികൾക്ക് മാത്രമല്ല, ചെറിയ ചെറിയ കുട്ടികൾക്ക് നമസ്കാരം, യുവാക്കൾക്ക് നമസ്കാരം, ബ്രഹ്മചാരികൾക്ക് നമസ്കാരം. ഈ ഭൂമിയിൽ അവധൂതന്മാരായി സഞ്ചരിക്കുന്ന അങ്ങയെപ്പോലെയുള്ള മഹാപുരുഷന്മാരുടെ അനുഗ്രഹം കൊണ്ട് രാജാക്കന്മാരും ധർമ്മം വിട്ടുപോവാതിരിക്കട്ടെ, മംഗളമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇത്യേവം ഉത്തരാമാതഃ, ശുഖബ്രഹ്മ മഹർഷി ഇവിടെ പരീക്ഷത്തിന് ഉത്തരാമാതഃ എന്ന് വിളിക്കുകയാണ്. ഉത്തരയെ അമ്മയായിട്ട് കിട്ടിയവനെ, അതുകൊണ്ടാണ് നിനക്ക് ഈ കഥ കിട്ടിയത് എന്നാണ്. മഹാഭാഗ്യം, ആ മാതൃപുണ്യവിശേഷം കൊണ്ട് കിട്ടിയതാണ് ഈ കഥ. ഉത്തര ഭഗവാന്റെ കാലിൽ പോയി വീണുവല്ലോ, പരീക്ഷത്തിനെ ഗർഭത്തിൽ ധരിച്ചിരിക്കുമ്പോൾ. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാണ്യം ത്വദഭയം പശ്യേ യത്ര മൃത്യുഹു പരസ്പരം എന്ന് പറഞ്ഞു പോയി വീണു. ആ ഉത്തരയെ അമ്മയായിട്ട് കിട്ടിയവനായതുകൊണ്ടാണ് തനിക്ക് ഈ ഭരതചരിത്രം കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. സവൈ ബ്രഹ്മർഷി സുതഃ സിന്ധുപതയ ആത്മസതത്വം വിഗണയതഃ പരാനുഭാവ പരമകാരുണികതയോപദിശ്യ രഹൂഗണേന സകരുണം അഭിവന്ദിതചരണഃ ആപൂർണാർണവൈവ നിഭൃതകരണോർമ്യാശയോ ധരണിം ഇമാം വിചചാര. അത്യദ്ഭുതമായി ഒരു വർണ്ണനയാണ്. ആ മഹാനുഭാവൻ, ആ ബ്രഹ്മർഷിസുതനായ ആ ഭരതയോഗി ഇങ്ങനെ ആത്മതത്വം ഉപദേശിച്ചിട്ട്, സിന്ധുരാജാവിന് ആത്മതത്വം ഉപദേശിച്ച് പരമകാരുണികതയാ ഉപദിശ്യ, ഭാഷ്യത്തിൽ ഭഗവത്പാദർ പറയുന്നുണ്ട്, ഒരു ഗുരു എതിർച്ചയാ വന്ന് ഉപദേശിച്ചു. കേനാപി പുണ്യവിശേഷേണ പരമകാരുണിക്കേന ദേശിക്കേന എന്നൊക്കെയാണ് ആചാര്യസ്വാമിയുടെ വാക്യമാണ്. അതേപോലെയാണ് ഇവിടെ പരമകാരുണികതയാ ഉപദിശ്യ രഹൂഗണേന സകരുണം അഭിവന്ദിത ചരണ. രഹൂഗണൻ പരമപ്രിയത്തോടുകൂടെ വീണ് നമസ്കരിച്ചു. അതൊക്കെ നമസ്കരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴും ആപൂർണാർണവൈവ്, നിറഞ്ഞു നിൽക്കുന്ന കടൽ പോലെ, നിബൃത കരണോർമ്യാശയ, എല്ലാം ഇന്ദ്രിയങ്ങളും മനസ്സിനെയൊക്കെ ഹൃദയത്തിൽ അടക്കിയ ആ യോഗീശ്വരൻ ഈ ഭൂമിയിൽ സ്വതന്ത്രമായി ജീവൻ മുക്തനായി അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുപോയി. സൗവീരപതിരപി സുജന സമവഗത പരമാത്മസതത്വ. ആ സിന്ധു സൗവീര രാജാവും ഇങ്ങനെ പരമാത്മതത്വം അറിഞ്ഞിട്ട് ആത്മനി അവിദ്യ അധ്യാരോപിതാം ച ദേഹാത്മമതിം വിസസർജ. ആത്മസ്വരൂപത്തിൽ അവിദ്യ കൊണ്ട് മാത്രം ആരോപിച്ചിരിക്കുന്ന, അധ്യാരോപം ചെയ്തിരിക്കുന്ന ഈ ദേഹം ഞാനാണെന്നുള്ള ഭ്രമത്തിനെ ഇങ്ങോട്ട് വിട്ടു ഉപേക്ഷിച്ചു. ഏവം ഹി നൃപ ഭഗവതാശ്രിതാശ്രിതാനുഭാവ. ഹേ രാജൻ,
ഇങ്ങനെയാണ് ഭഗവാനെ ആശ്രയിച്ചവരെ ആശ്രയിക്കുന്നവർക്കുണ്ടാവുന്ന ഭാഗ്യം എന്ന് പറഞ്ഞു. യോഹവാ ഇഹ ബഹുവിധാ മഹാഭാഗവത് ത്വയാഭിഹിതഃ പരോക്ഷേണ വചസാ ജീവലോകഭവാദ്വാ സഹി ആര്യമനീഷയാ കൽപ്പിത വിഷയോ നാഞ്ജസാ വ്യുത്പന്നലോകസമധിഗമഃ അഥ തദേവൈതദ്ദുരവഗമം സമവേതാനുകൽപ്പേന നിർദ്ദിശ്യതാം ഇതി. ശുകബ്രഹ്മ മഹർഷിയോട് ഈ ഭവാടവി വർണ്ണനയെ പറയാണ്. അതിന് വിശദീകരണമാണ് അടുത്ത അധ്യായം. ഇങ്ങനെ പരമഭാഗവതനായ പരീക്ഷിത്തിന് കിട്ടിയ മഹാഭാഗ്യം ഈ ഭരതചരിത്രം. ആ പരീക്ഷിത്ത് മുഖമായി നമുക്കും എല്ലാവർക്കും ഈ ഭരതചരിത്രം വളരെ വിസ്താരമായിട്ട്, ഇത്രയധികം വിസ്തരിച്ച് മലയാളത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നണത്. 7 ദിവസമൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ വിസ്തരിച്ച് നമ്മൾ ഈ ഭരതചരിത്രം പറഞ്ഞു. ഇവിടെ തന്നെയാണ് പറയേണ്ടത്. അഭേദാനന്ദ സ്വാമി പരമഭാഗവതൻ. ഇവിടെ ഭാഗവതത്തിനും ഭഗവൻ നാമകീർത്തനത്തിനും വേണ്ടിയുള്ള ആശ്രമം, വേറെ ഒരു വ്യവഹാരവും ഇവിടെ ഇല്ല. അങ്ങനെയുള്ള ഈ ആശ്രമ സന്നിവേശത്തിൽ തന്നെയാണ് ഭാഗവതം പറയേണ്ടത്. ഇത്തരത്തിലുള്ള ആ ഭരതചരിത്രം നമ്മൾ വളരെയധികം അനുഭവിച്ചു. ധാരാളം ഭക്തന്മാർ സന്തോഷമായി ആനന്ദമായി വന്ന് അനുഭവിച്ചു. ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ഒന്ന്, ആ കണ്ണൻ ഇവിടെ കൃഷ്ണൻ ആ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് ആ ഭഗവാന്റെ കൃപയാണ് നമുക്കിവിടെ ഈ ഭാഗവത ശ്രവണത്തിന് ഭാഗ്യം കിട്ടിയത്. ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ആ കൃഷ്ണൻ്റെ സന്തോഷമാണത്. യാ തുഷ്യതി അദോക്ഷജ എന്ന്. പിന്നെ സ്വാമിജിയുടെ അപാര കരുണ, സ്വാമിജിയുടെ കൃപയിൽ വളർന്നു വന്ന പരമഭക്തന്മാർ, ഈ ആശ്രമം ഇന്നേ വരെ നടത്തിക്കൊണ്ടു പോകുന്നവർ. ഒരു മഹാപുരുഷൻ വന്നു കഴിയുമ്പോൾ ആ മഹാപുരുഷൻ്റെ കൃപയ്ക്ക് പാത്രമായി അവിടെ ഇരുന്ന് വളർന്നു വന്ന ആളുകൾ ഉള്ളവരയ്ക്കും ആ ആശ്രമത്തിൻ്റെ ഒരു ചമത്കാരം വേറെയാണ്. അവരുടെ കാലം കഴിഞ്ഞ് അടുത്ത ആളുകൾ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് മാറും. അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഇതിൻ്റെ നടത്തിപ്പിലുള്ളവരൊക്കെ വേദാനന്ദ സ്വാമികളെ കണ്ടവരും ആ ഭക്തിയോടെ ഭാവത്തോടെയാണ് സെക്രട്ടറിയും ഇതിൻ്റെ നടത്തിപ്പുകാരും എല്ലാവരും ഇരിക്കുന്നത്. അവരുടെ ഒരു ആ ഭക്തി, അവരുടെ ഒരു വിനയം, സത്സംഗം നടക്കണമെന്നുള്ള വാസ്തവമായ വളരെ ഹൃദയപൂർവമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഫലമാണിത് നടന്നത്. ഇത് ആ ഭഗവാന്റെ ചരണത്തിൽ സമർപ്പിക്കണം. തുടർന്ന് നമ്മൾ അടുത്ത ഒരു സന്ദർഭത്തിൽ കാണാം. നാളെ എന്തായാലും സത്സംഗം ഉണ്ടല്ലോ. നാളെ വൈകിട്ട് ബോധാനന്ദ ആശ്രമത്തിൽ കാലടിയിൽ വൈകുന്നേരം 4:30 മണിക്ക് സത്സംഗമുണ്ട്. അതിനും സാധിക്കുന്നവർക്ക് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ ധാരാളം പേർക്ക് വരാനൊക്കും. വൈകുന്നേരത്തെ സത്സംഗത്തിന് അവിടെ കാണാം. ഇനിയിപ്പോൾ ഇവിടെ സെക്രട്ടറി അവരൊക്കെ അതിൻ്റെ അവരുടെ ഒരു ഭാഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യജ്ഞപ്രസാദം കൊടുക്കും. ആനന്ദമകരന്ദത്തിൽ നിന്ന് എടുത്ത ഒരു കൃതി, മഹാദേവമാല എന്ന് പറയുന്ന ഒരു മലയാള കൃതിയാണ് മഹാദേവമാല. അതൊരു തമിഴ് കൃതിയുടെ രീതിയിലുണ്ടാവും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് നാരായണൻ ഇവിടെ പാടുകയും ചെയ്തു. അതാണ് ഇവിടെ യജ്ഞപ്രസാദം കൊടുക്കുന്നത്. നിങ്ങൾക്ക് വാങ്ങിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.
ബഹുമാന്യരായ ഗുരുജനങ്ങളെ, കഴിഞ്ഞ 7 ദിവസമായി നമ്മളൊക്കെ ഏറ്റവും അവാച്യമായൊരു അനുഭൂതിയിൽ ആനന്ദിച്ച് കഴിഞ്ഞ് അതിപ്പോൾ ഇതാ പൂർണ്ണമാവുകയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ സ്വാമിജി പറഞ്ഞതുപോലെ 71 വർഷക്കാലമായി ഇവിടെ നാമജപവും അതുപോലെ സത്സംഗങ്ങളും മാത്രമായി ഗുരുദേവൻ്റെ സങ്കല്പമനുസരിച്ച് നടന്നു വരുന്ന ആശ്രമമാണ്. അപ്പോൾ അവിടെ എത്രയോ മഹാത്മാക്കൾ, ആചാര്യന്മാരും ഗുരുക്കന്മാരുമൊക്കെ ഈ വേദിയിൽ വന്ന് ധാരാളം സപ്താഹങ്ങളും പ്രഭാഷണങ്ങളും സത്രവും ഒക്കെ നടത്തിയ ഒരു മഹാവേദിയാണിത്. എന്നാൽ കഴിഞ്ഞ ഏകദേശം 20 വർഷക്കാലമായി ശ്രീ സ്വാമിജി നമ്മളോടുകൂടെ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കാരുണ്യം അഭേദാശ്രമത്തിനോട് അദ്ദേഹം കാണിക്കുന്നു. അദ്ദേഹം വർഷാവർഷം ഇവിടെ വന്ന് ഈ സത്സംഗം നടത്തുകയാണ്. നമുക്കിപ്പോൾ 7 ദിവസം കൊണ്ട് ശ്രീമദ് ഭാഗവതം, ജഡഭരതൻ്റെ ഭരത ചരിത്രമെല്ലാം 7 ദിവസം കൊണ്ട് അദ്ദേഹത്തെ ആ ഉപദേശങ്ങളും എല്ലാം നമുക്ക് ആ ഗുരുമുഖത്ത് നിന്നും കേൾക്കുവാൻ സാധിച്ചു. അതുപോലെ രാവിലെ രമണ മഹർഷിയുടെ ആ സദ്ദർശനം നമുക്ക് കേൾക്കുവാനുള്ള മഹാഭാഗ്യമുണ്ടായി. തീർച്ചയായും ഇത് ഈ ഗുരു കടാക്ഷമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ തീർച്ചയായും ആ അനുഗ്രഹം എല്ലാ വർഷവും ശ്രീ സ്വാമിജിയുടെ ഈ സത്സംഗം ഇവിടെ നടക്കണം എന്നുള്ള അതിയായ പ്രാർത്ഥന ഞങ്ങൾ എല്ലാം ഭക്തി പുരസ്സരം അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ 7 ദിവസം ഇവിടെ വന്ന് ഈ സത്സംഗം നടത്തി. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹം ചെറുതായിട്ട് പറഞ്ഞു, അഭേദാശ്രമത്തിൻ്റെ നിത്യ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളുമൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി, ഞങ്ങളോട് വളരെ കാരുണ്യപൂർവ്വം വാത്സല്യപൂർവ്വം അദ്ദേഹം ഞങ്ങളോട് ഈ ആശ്രമകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അതിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിനൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ, തീർച്ചയായും ഇതെല്ലാം ഞങ്ങളുടെ ഗുരുനാഥൻ്റെ വാക്കുകളായി തന്നെ മനസ്സിലാക്കി സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ പൂർണ്ണമായി ശിരസാ വഹിക്കും എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ യജ്ഞം കഴിഞ്ഞ 7 ദിവസമായി ഇവിടെ വന്ന് ചെയ്ത ഈ യജ്ഞത്തിന് അദ്ദേഹത്തിൻ്റെ നന്ദിയുടെ വാക്കുകൾ സമർപ്പിക്കുകയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ്ടും വീണ്ടും സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന് അഭേദാശ്രമത്തിൻ്റെയും എല്ലാ ഭക്തജനങ്ങളുടെയും പേരിൽ അഗൈതവുമായ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഇവിടെ ഏത് സത്സംഗങ്ങൾക്കും ഇവിടെ നിങ്ങൾ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളാണ് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ സത്സംഗം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സംഘം, ഈ നല്ലവരായ എല്ലാ സജ്ജനങ്ങളുടെയും സംഘമാണ് സത്സംഗം. അപ്പോൾ അത് തന്നെയാണ്, അതിലൂടെയാണ് അഭേദാശ്രമം മുമ്പോട്ട് പോകുന്നത്. ഇവിടെ ഓരോ പരിപാടി അനുസരിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു അറിയിപ്പുള്ളത് ഇപ്പോൾ ഇന്നിപ്പോൾ ഒക്ടോബർ 11, ഈ ഒക്ടോബർ 29-ാം തീയതി സദ്ഗുരുദേവൻ്റെ മഹാസമാധിയുടെ 42-ാം വാർഷികമാണ്. അന്ന് രാവിലെ മുതൽ ഇവിടെ ഭജനമേള, ഭഗവത്ഗീത ഹവനം തുടങ്ങിയ പരിപാടികൾ രാവിലെ മുതൽ രാത്രി വരെ ഉണ്ട്. അതോടനുബന്ധിച്ച് ഒക്ടോബർ 25-ഉം 26-ഉം ഇവിടെ ഭജനോത്സവം നടക്കുകയാണ്. പൂർണ്ണമായി 2 ദിവസം. അതിന് വളരെ എല്ലാവരും കേട്ടിരിക്കും, സുപ്രസിദ്ധ ഭജന വിദ്വാൻ ചെന്നൈയിലുള്ള ശ്രീ OS മുകുന്ദ് ഭാഗവതരും സംഘവുമാണ് ഇവിടെ വരുന്നത്. അതിനും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ, സാന്നിധ്യം സാദരം ക്ഷണിച്ചുകൊണ്ട് ഈ സത്സംഗം ഇത്രയും ഇവിടെ ഇതിൽ പങ്കെടുത്ത് ഇതിനെ വിജയിപ്പിച്ച നിങ്ങളെല്ലാവർക്കും അഭേദാശ്രമത്തിൻ്റെ പേരിൽ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹരി ഓം. ഇനിയിപ്പോൾ ഇവിടെ യജ്ഞപ്രസാദം വിതരണവും ആചാര്യ ദക്ഷിണ സമർപ്പണവും ഒക്കെയാണ്. അതിലൊരു ചെറിയ ക്രമീകരണം എല്ലാവരും തള്ളിയാൽ ഇവിടെ ബുദ്ധിമുട്ടാകും. ഈ ശ്രീ സ്വാമിജി ഇരിക്കുന്ന വശത്തൂടെ കയറി പ്രസാദങ്ങൾ വാങ്ങിച്ച് ഇപ്പുറത്തെ വശത്തൂടെ ഇറങ്ങണം, വരിയായി വരണം. നമസ്കരിക്കുന്നത് അവിടെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് ചെയ്താൽ മതി. ദയവ് ചെയ്ത് ഈ സ്റ്റേജിൽ കയറി നമസ്കരിക്കുവാൻ തുനിയരുത്. അത് മറ്റുള്ളവർക്കും നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാകും. സ്ഥലപരിമിതിയുണ്ട്. അതിനു മുമ്പായി അഭേദാശ്രമത്തിൻ്റെ ആദരം ആദ്യം സ്വാമിജിക്ക് നൽകുകയാണ്. അതിന് ആശ്രമത്തിൻ്റെ മഠാധിപതി ശ്രീ കേശവാനന്ദ സ്വാമിജിയെയും പ്രസിഡന്റ് ശ്രീ ചൂഴാൽ കൃഷ്ണൻ പൂറ്റിയെയും ഖജാൻജി ശ്രീ ബാലചന്ദ്രനെയും അതുപോലെ മറ്റ് ട്രസ്റ്റ് ഭാരവാഹികളെയും സാദരം ക്ഷണിക്കുന്നു.